വേഴ്സ് 14 ഓൺവേഴ്സ്. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അല്ലെങ്കിൽ എടുത്തെങ്കിലും വായിച്ചാൽ മതി. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അടുത്ത വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകയാൽ മതി. ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിന്റെ പ്രാധാന്യത നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ദൈവത്തിന്റെ വചനം പഠിക്കാൻ പറ്റത്തില്ല. ദൈവം ബുദ്ധിയെ തുറന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ വചനം പഠിക്കാൻ പറ്റത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്നാണ് വായിക്കുന്നത്. ബുദ്ധിയെ തുറന്നു. ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ബൈബിൾ ദൈവവചനമാണ്. ബൈബിൾ ദൈവവചനമാണ്. ബൈബിളിൽ ദൈവവചനം ഉണ്ട് എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ബൈബിൾ മുഴുവനും ദൈവവചനമാണ്. ബൈബിൾ ദൈവനിശ്വാസ്യമാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെയുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകിയാൽ എന്ന് പറഞ്ഞാൽ അത് ദൈവികമാണ്, ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്, ദൈവാത്മ പ്രചോദിതമാണ്. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് രേഖപ്പെടുത്തിയ വചനങ്ങളാണ് ദൈവവചനങ്ങൾ. അത് ദൈവനിശ്വാസ്യമാണ്, അത് ദൈവികമാണ്, അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഈ ദൈവവചന സത്യങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ സത്യത്തെക്കുറിച്ച് ആധികാരികവും വ്യവസ്ഥിതവുമായ ഒരു അറിവ് ലഭിച്ചാൽ നമുക്ക് നേരെ നിൽക്കുവാനായിട്ട് കഴിയും. ക്രിസ്തീയ ജീവിതത്തിൽ ധൈര്യമുള്ളവരായി നിവർന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് സത്യമാണ്, ആ ഒരു ധൈര്യത്തോടെ നിൽക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് ദൈവവചനം പഠിക്കുമ്പോഴാണ്. സ്വതന്ത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. നട്ടലുള്ളവര് നിവർന്നു നിൽക്കും, നട്ടലില്ലാത്തവര് കൂനിയിരിക്കും. ഇവര് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ദൈവത്തിനെ ഒരാൾ പഠിക്കുമ്പോൾ അവൻ നിവർന്നു നിൽക്കും. അവൻ സത്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവനായി, ധൈര്യമുള്ളവനായി, നട്ടലുള്ളവനായിട്ട് അവൻ നിവർന്നു നിൽക്കും. അവനൊരു ബോധ്യമുണ്ട്, അവൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. എന്നാൽ ദൈവത്തിനെ പഠിക്കാത്ത ആളുകൾ നട്ടലില്ലാത്തവരെ പോലെ അവർ കൂനിപ്പോകും. അവർക്ക് മുൻപോട്ട് പോകുക അസാധ്യമാണ്. അതാണ് ഒന്നാമത്തെ അതിന്റെ പഠനത്തിന്റെ പ്രയോജനം. രണ്ട്, നമുക്ക് പക്വതയിലെത്തുവാനായിട്ട്, ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വതയിലെത്തുവാനായിട്ട്, ആ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് ദൈവത്തിന്റെ പഠനം നമ്മെ സഹായിക്കും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുന്നുള്ള. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അപ്പം ദൈവത്തിന്റെ പഠനത്തിലൂടെ നമുക്ക് പക്വത ഉണ്ടാകും. മൂന്ന്, ഈ ഉപദേശ പിശകുകളെ നേരിടുവാനായിട്ട് നമുക്ക് വചന പഠനം മുഖാന്തരമാകും. ദുരുപദേശങ്ങളുണ്ട്, ആദിമകാലങ്ങളിലുമുണ്ട്, ഈ കാലങ്ങളിലുമുണ്ട്. അപ്പം ദൈവവചനത്തിന് വിരുദ്ധമായ തെറ്റായ ഉപദേശങ്ങൾ നമുക്കറിയാം. മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്, മറ്റൊരു ആത്മാവിനെ കുറിച്ചുള്ള പഠിപ്പീരലുണ്ട്, മറ്റൊരു സുവിശേഷം ഇന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, ഇങ്ങനെയൊക്കെയുള്ള ദുരുപദേശങ്ങളെ നേരിടുവാനും ശരിയായ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാനും ദൈവവചന പഠനം നമ്മളെ സഹായിക്കുന്നതാണ്. അടുത്ത മറ്റൊരു പ്രത്യേകത, നമ്മുടെ പ്രത്യാശ അത് വർദ്ധിപ്പിക്കും. ദൈവവചനം പഠിക്കും തോറും, അതിന്റെ ആ സത്വം നമ്മൾ മനസ്സിലാക്കും തോറും നമ്മളുടെ പ്രത്യാശ വർദ്ധിക്കും. വിശ്വാസത്തിന്, പ്രത്യാശയ്ക്കൊക്കെ വലിയ വർധനവ് വചന പഠനത്തിലൂടെ ഉണ്ടാകും. മാത്രമല്ല, നമുക്ക് ആത്മീയ ഉത്തേജനം ഉണ്ടാകും. ആത്മീകമായി നമ്മൾ സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉണ്ടാകും, ഉത്തേജനം ഉണ്ടാകും. അപ്പോൾ തന്നെ മാനസികമായും ബുദ്ധിപരമായിട്ടും നമുക്കൊരു തൃപ്തി ഉണ്ടാകും. ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യം, മനസ്സിലാക്കിയ കാര്യം സത്യമാണ്, അത് ദൈവവചനമാണ്. ആ നിലയിൽ നമുക്ക് മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ
ധൈര്യവും തൃപ്തിയും ഒക്കെ ഉണ്ടാകും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവദിന പഠനത്തിനായിട്ട് വന്നിരിക്കുമ്പോൾ ഈ പഠനം കൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുവാനായിട്ട് പോകുന്നത് ദൈവ സഭയെ കുറിച്ചാണ്. ചർച്ച് ഓഫ് ഗാഡ്, ദൈവസഭ. ദൈവസഭ എന്താണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ദൈവസഭയെ സംബന്ധിക്കുന്ന വിവിധ കാര്യങ്ങൾ നമ്മുടെ ഈ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ദൈവസഭയെ കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് അതിനോടനുബന്ധിച്ച് ഒരു വാക്യം നമുക്ക് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ദൈവസഭയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ച വാക്യം. ഈ വാക്യത്തിന്റെ വിശകലനങ്ങളല്ല ഇപ്പോൾ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള ചിന്തകളാണ് തുടർന്ന് നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ടും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവസഭ എന്താണ്? ചർച്ച് ഓഫ് ഗോഡ് എന്നാൽ എന്താണ്? ഞാനിവിടെ സംസാരിക്കുന്ന ദൈവസഭ, ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് മുളക്കഴ ആസ്ഥാനമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ചർച്ച് ഓഫ് ഗോഡിനെ കുറിച്ച് അല്ല. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് പെടുന്ന ഒരു സംവിധാനമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ദൈവസഭ എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ദൈവസഭ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ദൈവസഭ എന്തല്ല എന്ന് അറിഞ്ഞിരിക്കണം. എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്തല്ലെന്ന് അറിയുന്നത് വളരെ പ്രയോജനകരമായിരിക്കും. ദൈവസഭ എന്തല്ല. ദൈവസഭയെ കുറിച്ച് പല പഠിപ്പിക്കലുകൾ ഇന്ന് ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് ദൈവസഭ എന്ത് അല്ല എന്നുള്ളതാണ്. എന്താ പറയാൻ പോകുന്നത്? ദൈവസഭ എന്തല്ല എന്നാ പറയണം. ഒന്നാമതായിട്ട് ദൈവസഭ എന്തല്ല എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലിന്റെ പുതിയ പേര് അല്ല. ഇസ്രായേലിന്റെ പുതിയ ഒരു പേരല്ല ദൈവസഭ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ സഭ എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ്. ഇസ്രായേലിനെ സഭയെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. മരുഭൂമിയിലെ സഭ എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. എന്നാൽ അതിന്റെ മറ്റൊരു പേര് അല്ല പുതിയ നിയമസഭ അഥവാ ദൈവസഭ. അത് വരുവാനിരിക്കുന്ന ഒന്നായിട്ടാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം പഴയ നിയമ ഇസ്രായേൽ അല്ല പുതിയ നിയമത്തിലെ ദൈവസഭ എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കണം. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞ? ഇസ്രായേലിന്റെ പുതിയ ഒരു പേരല്ല ദൈവസഭ. പഴയ നിയമത്തിൽ സഭ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ആയിരുന്നു. പുതിയ നിയമത്തിൽ ദൈവസഭ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അല്ല, അത് പുതുതായി സ്ഥാപിക്കപ്പെടാൻ പോകുന്ന കർത്താവ് പ്രഖ്യാപിച്ച ദൈവസഭയാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. രണ്ടാമതായിട്ട് ഇസ്രായേലിന്റെ പിന്തുടർച്ചയല്ല ദൈവസഭ എന്ന് അറിഞ്ഞിരിക്കണം. ഇസ്രായേലിന്റെ പിന്തുടർച്ച അല്ല. ചില സമുദായ സഭകളൊക്കെ വിശ്വസിക്കുന്നത് സഭ എന്ന് പറയുന്നത്, ക്രൈസ്തവ സഭ, ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പിന്തുടർച്ചയാണെന്ന്. അങ്ങനെ അവർ വിശ്വസിക്കുന്നതിന്റെ കാരണം, വിശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ലേവ്യ പൗരോഹിത്യത്തിന്റെ ഒരു പിന്തുടർച്ചയ്ക്ക് വേണ്ടിയാണ് നോമിനൽ ചർച്ചസ്, സാമുദായിക സഭകളൊക്കെ ആ നിലയിൽ വിശ്വസിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ ഒരു പിന്തുടർച്ചയല്ല സഭ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ നിലയിൽ വിശ്വസിക്കുന്ന സഭകളാണ് റോമൻ കാത്തലിക് ചർച്ച്, റോമൻ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭകള്, അതുപോലെ മർത്തോമ സഭകള്. ഇവരെല്ലാം ഇസ്രായേലിന്റെ പിന്തുടർച്ചയാണ് സഭ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ള പല സിസ്റ്റങ്ങളും പൗരോഹിത്യം സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഈ സഭകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇസ്രായേലും സഭയും രണ്ടാണ് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചില തെളിവുകൾ ഞാൻ അത് സംബന്ധിച്ച് ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭയും ഇസ്രായേലും തമ്മിൽ ഉള്ള വ്യത്യാസം പരിശോധിച്ചാൽ ഇസ്രായേൽ അല്ല ദൈവസഭ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എല്ലാവരും ഉണ്ടോ ഇവിടെ? ഹല്ലേലൂയ.
ഒരു സാധാരണ പ്രസംഗം പോലെ ഒരു ഉണർവ് പ്രസംഗം, ആ ഒരു പ്രസംഗ മോഡലല്ല കേട്ടോ. ഇതിന് അല്പം ഏകാഗ്രത വേണം, അല്പം ബുദ്ധിയുടെ ഉപയോഗം വേണം, ദൈവത്തിന്റെ കൃപേതിന് ആവശ്യമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിക്കുവാനായിട്ടും നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അപ്പം സഭ എന്താണ്, ഇസ്രായേൽ എന്താണ്, ഇത് രണ്ടും രണ്ടാണെന്ന് പറയാൻ കാര്യം, സഭയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുടെ സ്ഥാപനം നമ്മൾ പഠിച്ചാൽ സഭ സ്ഥാപിതമായത് എന്നാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിലാണ്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് പ്രത്യേക ശുശ്രൂഷയ്ക്കായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ പെന്തക്കോസ്ത് നാൾ മുതലാണ് ദൈവസഭ ഭൂമിയിൽ സ്ഥാപിതം ആയത്. അപ്പൊ സഭ എന്നാണ് സ്ഥാപിതമായത്, ഭൂമിയിൽ എന്നാണ് അത് സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് നാളിലാണ് അത് സ്ഥാപിതമായത്. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിതമാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ദൈവത്തിന്റെ സഭയുണ്ടായിരുന്നു. അനാദികാലങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിട്ടാണ് സഭയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ പെന്തക്കോസ്ത് നാളിലാണ് ഭൂമിയിൽ സഭ സ്ഥാപിതം ആകുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇതൊരു മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിൽ തന്നെ ഹവ്വയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഹവ്വയെ പുറത്തു കൊണ്ടുവന്നത് പിന്നീടാണ്. ഇതുപോലെ സഭ ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമായിരുന്നു. അപ്പൊ പെന്തക്കോസ്ത് നാളിലാണ് ഭൂമിയിൽ അതിന്റെ സ്ഥാപനം നമ്മൾ കാണുന്നത്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ സ്ഥാപിതമായത് പെന്തക്കോസ്ത് നാളിലല്ല, അബ്രഹാമിന്റെ വിളി മുതലാണ്. ഉൽപ്പത്തി പുസ്തകം 12 നമ്മളത് വായിക്കുന്നത്, ഇത് വായിക്കണ്ട. അപ്പം സഭയുടെ സ്ഥാപനവും ഇസ്രായേലിന്റെ സ്ഥാപനവും രണ്ടും രണ്ടാണ്. സഭ പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിതമായി, ഇസ്രായേൽ അബ്രഹാമിന്റെ വിളിയോടെ സ്ഥാപിതമായി. ചില വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ടാമതായിട്ട് സഭയെക്കുറിച്ച് പറയുമ്പോൾ വിവിധ ജാതി, ഭാഷ, വംശത്തിൽ നിന്നുള്ള കൂട്ടമായിട്ടാണ് സഭയെ ബൈബിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ഭാഷക്കാരിൽ നിന്നും, വംശക്കാരിൽ നിന്നുമുള്ള കൂട്ടമാണ്. ജാതി, ഭാഷ, വർഗവർണ്ണ, ഇതിൽ എല്ലാത്തിൽ നിന്നുമുള്ള രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അങ്ങനെയുള്ള ഒരു കൂട്ടമായിട്ടാണ് സഭയെ ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, എഴുതിയിട്ടില്ല ഇസ്രായേലിനെ കുറിച്ച്, പക്ഷെ ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടമല്ല. അതൊരു രാഷ്ട്രവും ഒരു ജനതയുമായിട്ടാണ് ബൈബിളിൽ ഇസ്രായേലിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സഭയും ഇസ്രായേലും ഒന്നല്ല, അത് രണ്ട് ആണ് എന്ന് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ഒരു രാഷ്ട്രമാണ്, അത് ഒരൊറ്റ ജനതയാണ്. ഒരു രാഷ്ട്രം, ഒരു ജനത. അതിനകത്ത് ജാതിയിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നുള്ള ആളുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ സഭയിൽ ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷക്കാരിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഒക്കെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? രണ്ടും ഇത് രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഭയുടെ തല ക്രിസ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. സഭയുടെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സഭയുടെ തല ക്രിസ്തുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേലിന്റെ തലവനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ ഹെഡായിട്ട് പറഞ്ഞിരിക്കുന്നത് അബ്രഹാമിനെയാണ്. അപ്പം ഇസ്രായേലിന്റെ തലവൻ അബ്രഹാം ആയിരിക്കുമ്പോൾ സഭയുടെ തല ക്രിസ്തുവാണ്. അതുകൊണ്ട് സഭയും ഇസ്രായേലും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ അംഗത്വം സംബന്ധിച്ച് പഠിക്കുമ്പോൾ സഭയുടെ അംഗത്വവും ഇസ്രായേലിന്റെ അംഗത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. സഭയിൽ ഒരാൾ അംഗമാകുന്നത് എങ്ങനെയാണ്? ആത്മീയ ജനനത്താലാണ്. എല്ലാവരും എന്ന് പറഞ്ഞേ, ആത്മീയ ജനനത്താലാണ്. ആത്മീയ ജനനം, അതാണ് സഭയുടെ പൗരത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ആത്മീയ ജനനത്താൽ. ഓക്കെ. എന്നാൽ ഇസ്രായേലിന്റെ അംഗത്വം എന്ന് പറയുന്നത് അത് ആത്മീയ ജനനത്താലല്ല, സ്വാഭാവിക ജനനത്താലാണ്. അബ്രഹാമിൽ നിന്ന് ജനിച്ചവർ, അങ്ങനെയാണ് അതിന്റെ അംഗത്വം കിടക്കുന്നത്. എന്നാൽ സഭയുടെ അംഗത്വം എന്ന് പറയുന്നത് ആത്മീയ ജനനം പ്രാപിച്ചവർ, വീണ്ടും ജനനം പ്രാപിച്ചവർ. വീണ്ടും ജനനം പ്രാപിച്ചു വരുന്ന എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളായിട്ട് തുടരും. അത് ഗോത്രത്തിൽ നിന്നായാലും കൊള്ളാം, ഭാഷകളിൽ നിന്നായാലും കൊള്ളാം, ജാതികളിൽ നിന്നായാലും കൊള്ളാം. അങ്ങനെ അതിന്റെ ക്രമം കിടക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല, അത് സ്വാഭാവിക ജനനത്താൽ ജനിക്കപ്പെട്ടവരാണ് അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സഭയുടെ പ്രത്യേകത, സഭയ്ക്ക് സ്വർഗീയ പൗരത്വമാണ്. സഭയുടെ പൗരത്വം ഭൗമികമല്ല, അത് സ്വർഗീയമാണ്. നമ്മുടെ വിളി സ്വർഗീയമാണ്,
നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. പറഞ്ഞു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും നമുക്ക് സത്യത്തിൽ രണ്ട് പൗരത്വമാണ്. ഈ ഭൗമികമായ ഒരു പൗരത്വം നമുക്കുണ്ടെങ്കിൽ പോലും നമ്മുടെ പൗരത്വം പ്രധാനമായിട്ടും സ്വർഗീയമാണ് എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ സ്വർഗീയ പൗരത്വമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഭൗമിക പൗരത്വമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും രണ്ട് ആണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഇത് തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം, ഈ സഭയിലെ അംഗങ്ങൾ എല്ലാവരും പുരോഹിതരും വിശുദ്ധരും രാജാക്കന്മാരുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. നല്ല വായിക്കുന്നത് പത്രോസ് ലേഖനത്തിൽ വായിക്കും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയ എല്ലാവരും പുരോഹിതന്മാരായി. ഇവിടെ എല്ലാവരും പുരോഹിതന്മാരും, എല്ലാവരും വിശുദ്ധരും, എല്ലാവരും രാജാക്കന്മാരുമായിട്ടാണ് സഭയെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ പൗരോഹിത്യം ലേവി ഗോത്രത്തിന് മാത്രമാണ്. അഹരോന്യ കുടുംബത്തിന്, ലേവി ഗോത്രത്തിന് മാത്രമായിട്ട് അതിനെ നിജപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്ന് ഈ വിധ തെളിവുകളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല സഭയിലെ അംഗങ്ങൾക്ക് ഏത് സമയത്തും, സഭയിലെ പുരോഹിതന്മാരാകുന്ന പുരോഹിത വർഗമാകുന്ന നമുക്ക് ഏത് സമയത്തും എവിടേക്ക് കടന്നെല്ലാം, ദൈവസന്നിധിയിലേക്ക്, കൃപാസനത്തിലേക്ക് കടന്നെല്ലാം നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ധ്യാനം വന്നിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിലെ പുരോഹിതന്, മഹാപുരോഹിതന് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സദാസമയവും ഏത് സമയത്തും നമുക്ക് അടുത്തിയെല്ലാം, പക്ഷേ അവർക്ക് ഏത് സമയത്തും അടുത്ത് ചെല്ലുവാൻ കഴിയത്തില്ല. അപ്പൊ പൗരോഹിത്യം സംബന്ധിച്ച് ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല സഭ ഒരു പുതിയ ഉടമ്പടിയില്ല, ഒരു പുതിയ നിയമത്തിന്റെ കീഴില. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പഴയ ഉടമ്പടിയുടെ കീഴിലാണ്. ഇതൊക്കെ ഇതിന്റെ വ്യത്യാസങ്ങളാണ്. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കാന്തയായിട്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ തോഴനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വിധ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ചില വ്യത്യാസങ്ങളാണ് ഇനിയുണ്ട്. ഈ വിധ വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? സഭയും ഇസ്രായേലും ഒന്നല്ല, ഇത് രണ്ടാണ്. സഭ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു പിന്തുടർച്ച അല്ല. എല്ലാവരും എന്ന് പറഞ്ഞാട്ട് സഭ എന്തല്ല, ഇസ്രായേലിന്റെ പിന്തുടർച്ച. പക്ഷെ എന്താ സഭ എന്ന് കിട്ടിയല്ലോ, എന്തൊക്കെയാണ്? ഒന്നോർത്തെ, അത് പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിതമായതും വിവിധ ജാതി ഭാഷ വംശത്തിൽ നിന്നുള്ള കൂട്ടം, അതിന്റെ തല ക്രിസ്തു, ആത്മീയ ജനത്താൽ അതിന് അംഗത്വം, സ്വർഗീയ പൗരത്വമുള്ളവര്, അംഗങ്ങൾ എല്ലാവരും പുരോഹിതന്മാരും വിശുദ്ധരും രാജാക്കന്മാരുമായി സദാസമയം കൃപാസനത്തിൽ കടന്നു ചെല്ലുവാൻ സ്വാതന്ത്ര്യമുള്ള കുഞ്ഞാടിന്റെ കാന്തയാണ് സഭയെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിനെ സ്തുതിച്ചാട്, ഹല്ലേലൂയ. അടുത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അതിന് പകരമുള്ള ഒന്നല്ല. ദൈവസഭ ഇസ്രായേലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ ദൈവം ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമല്ല ദൈവസഭ. അങ്ങനെ നമ്മൾ ചിലപ്പോഴൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നു. ചില വാക്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കുന്നത്. ഒന്ന് പൊളിഞ്ഞു പോയപ്പോൾ മറ്റൊന്ന് ദൈവം ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയതല്ല ദൈവത്തിന്റെ സഭ. മനസ്സിലാകുന്നോ? ഒന്ന് ഫെയിലായിപ്പോയി, ദൈവത്തിന്റെ ഒരു പരിപാടി ഫെയിലായി പോയപ്പോൾ ദൈവം അടുത്തൊരു പരിപാടി ഉണ്ടാക്കി. അങ്ങനെ ദൈവത്തിന്റെ പരിപാടികളൊന്നും ഫെയിലാകുന്നതല്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെയൊക്കെ വീട്ടില് നോക്കി, ഈ ദോശമാവേ, ഈ ദോശ ഉണ്ടാക്കാനായിട്ട് അമ്മച്ചിമാര് സഹോദരിമാരൊക്കെ ദോശമാവ് അത് അരച്ചു വെച്ചിട്ട് രാവിലെ ദോശ ഉണ്ടാക്കാൻ നോക്കുമ്പം ദോശ ഉണ്ടാക്കാൻ ചിലപ്പോൾ പറ്റാതെ വരും. അതെന്താ പറഞ്ഞേ, അത് പൊങ്ങത്തില്ല, പുളിക്കത്തില്ല. അന്നേരം അവര് ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്. പകരം അവരെന്താ ഉണ്ടാക്കും? അതിനെ വട്ടയപ്പമായിട്ടോ ഇഡലിയായിട്ടോ ഒക്കെ എന്ത് ചെയ്യും, അതിന് മാറ്റം വരും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ദോശ ഉണ്ടാക്കാനായി ഇത് ഉണ്ടാക്കി വെച്ച് അത് ഫെയിലായിപ്പോയി, അത് പൊളിഞ്ഞു പോയി, അത് പൊളിച്ചില്ല. അങ്ങനെ വന്നപ്പോ അതിനെ മാറ്റി മാറ്റി വട്ടയപ്പം എന്നല്ലേ ഇവിടെ പറഞ്ഞേ, എണ്ണത്തപ്പം അല്ലേ? അങ്ങനെ ഒന്ന് പൊളിഞ്ഞപ്പോൾ മറ്റൊന്ന് ഉണ്ടാക്കിയതല്ല ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ. ഇസ്രായേൽ ദൈവത്തിനെ അനുസരിക്കാതെ വന്നപ്പം ദൈവം വിചാരിച്ചു ഇനി അനുസരിക്കാൻ ആൾ വേണമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയതല്ല ദൈവത്തിന്റെ സഭ എന്നെല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ കാലങ്ങൾക്ക് മുമ്പ്, അനാദി കാലങ്ങൾക്ക് മുമ്പ്, ഭൂമിയെ ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ കാലങ്ങൾക്ക് മുമ്പ്
ദൈവത്തിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ പിന്തുടർച്ചയോ ഇസ്രായേലിന്റെ മറ്റൊരു പേരോ ഇസ്രായേലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ല ദൈവത്തിന്റെ സഭ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് സഭ എന്തല്ലെന്നായി പറഞ്ഞത് കേട്ടോ. സഭ എന്തല്ല. മൂന്നാമതായിട്ട് സഭ എന്തല്ല. സഭ എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയമല്ല. യെരൂശലേം ദേവാലയമല്ല സഭ എന്ന് പറയുന്നത്. ചിലർ അങ്ങനെ വിചാരിക്കാറുണ്ട്. ചിലർ ഈ വിശുദ്ധ നാടെന്നൊക്കെ പറഞ്ഞ് യെരൂശലേമിലൊക്കെ പോകാറുണ്ട്. ഞാൻ പറയട്ടെ, വിശുദ്ധ നാടെന്ന് പറഞ്ഞ ഒരു നാട് ഈ ഭൂമിയിൽ ഇല്ല. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞ അതാണോട്. അപ്പൊ ഈ ശപിക്കപ്പെട്ട ഈ ഭൂമിയിൽ ഇവിടെ ഒരു വിശുദ്ധ നാട് ഇല്ലെന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. സഭ എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയമല്ല. യെരൂശലേം ദേവാലയത്തെ നോക്കി കർത്താവ് പറഞ്ഞു, ഇത് പൊളിഞ്ഞു പോകുന്നു പറഞ്ഞു. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നാമാവശിഷ്ടമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് യെരൂശലേം ദേവാലയമല്ല കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. യെരൂശലേം ദേവാലയം അല്ല, ഇസ്രായേലിന്റെ പിന്തുടർച്ചയല്ല. അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല. സഭ ഒരു കെട്ടിടമല്ല. എന്തല്ല? സഭ ഒരു കെട്ടിടം അല്ല. അടുത്ത പോയിന്റ് ഇടണേ. സഭ കെട്ടിടമല്ല. സഭ ഒരു കെട്ടിടം അല്ല. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് കെട്ടിടം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സഭാ ഹാളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സഭാ ഹാളൊക്കെ നല്ലതാണെങ്കിലും സഭ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം അല്ല. സഭ എന്ന് പറഞ്ഞാൽ ഒരു സഭാ ഹാൾ അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സഭയ്ക്ക് കെട്ടിടം നിർബന്ധമില്ല. ആദിമ കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കെട്ടിടങ്ങളിലൊന്നുമല്ല സഭാ കൂടിവരവ് ഉണ്ടായിരുന്നു. ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഭവനങ്ങളില്ലാത്ത സമയങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ, രഹസ്യ സങ്കേതങ്ങളിൽ, തുറസായ സ്ഥലങ്ങളിൽ, ഗുഹകളിൽ ഒക്കെ അവര് ദൈവത്തെ ആരാധിച്ചിരുന്നു. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമല്ല. സഭയ്ക്ക് കെട്ടിടം വേണമെന്ന് നിർബന്ധമില്ല. ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ സഭ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാര്യം നമ്മുടെ ദൈവം കെട്ടിടത്തിൽ വസിക്കുന്നവനല്ലെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7:48 17-24 ഒന്ന് രണ്ട് വാക്യങ്ങൾ എടുത്ത് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തി മാറി മാറിയൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി 7:48, Acts chapter 7 verse 48. അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. ഇപ്പൊ കൈപ്പണിയായ വാസസ്ഥലങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം എന്നവിടെ നമ്മൾ കാണുന്നു. 17:24 ലോകവും 17:24 ലോകവും അതിനുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകിയാൽ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? വാസം ചെയ്യുന്നില്ല. ഒരു കെട്ടിടത്തിൽ വസിക്കുന്നവനല്ല ദൈവം. സഭയെ ഒരു കെട്ടിടത്തിൽ ഒതുക്കരുത്. സഭ എന്നൊക്കെ പറഞ്ഞ് അതിൽ അതീതമാണ്. സഭ ഒരിക്കലും കെട്ടിടമല്ല. കെട്ടിടം നമ്മുടെ ആരാധനയ്ക്ക് ആവശ്യമാണ്, നല്ലതാണ്. ദൈവം തന്നെ നമ്മുടെ കെട്ടിടങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പക്ഷേ സഭ എന്ന് പറയുന്നത് കെട്ടിടമേ അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവം കെട്ടിടത്തിൽ വാസം ചെയ്യുന്നവനല്ല. ദൈവം വസിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ശലോമോൻ പ്രാർത്ഥിച്ചു പറഞ്ഞ്, നീ ആലയമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, നീ സ്വർഗത്തിലും സ്വർഗത്തിലും അടങ്ങുന്നവനല്ലല്ലോ ദൈവമേ. ദൈവം ആരാന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലേ അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരത്തുള്ളൂ. അടുത്തത്, സഭ ഒരു കെട്ടിടമല്ല. അടുത്തതായിട്ട് സഭ എന്തല്ല? സഭ എന്ന് പറയുന്നത് ഒരു ജനസംഗമമല്ല, ഒരു ആൾക്കൂട്ടം അല്ല. അതും ചിലർക്ക് സംശയം. ചിലർ പറയാം, നിങ്ങളുടെ സഭയിലൊക്കെ എത്ര പേരുണ്ടെന്ന് ചോദിക്കും. അസ്ര എത്ര പേരുണ്ട് അവിടെ? ഒരു 10 പേരേ ഉള്ളൂ. 10 പേരുള്ള അതൊന്നും എന്തല്ല, ഒരു സഭയല്ല. നിങ്ങളുടെ സഭ, ഞങ്ങളുടെ സഭയിൽ ഒരു 1000 പേര് കൂടുന്നുണ്ട്. അപ്പൊ അവരുടെ ചിന്ത ഈ 1000 പേര് കൂടുന്ന ആ ആൾക്കൂട്ടമാണ് സഭയെന്ന. 10 പേര് കൂടുന്ന ഒരു കൂട്ടത്തെ സഭയായിട്ട് അവർ കാണുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, 10 പേര് കൂടുന്ന ഒരു കൂട്ടമോ 1000 പേര് കൂടുന്ന ഒരു കൂട്ടമോ, ഈ കൂട്ടങ്ങളുടെ വലിപ്പം എന്ന് പറയുന്നത് സഭയല്ല. സഭ ഒരിക്കലും ഒരു ജനസംഗമമല്ല. സഭ ഒരു ആൾക്കൂട്ടം അല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആള് കുറഞ്ഞാൽ സഭയാകത്തില്ലെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. യഥാർത്ഥ സഭയെ തിരിച്ചറിയുന്നത് അതിന്റെ വലിപ്പത്തിലല്ല, പിന്നെ വിശുദ്ധിയിലാണ്. യഥാർത്ഥ സഭയെ തിരിച്ചറിയേണ്ടത് സഭയുടെ വലിപ്പത്തിലല്ല, പിന്നെ സഭയുടെ വിശുദ്ധിയിലാണ്, ജനത്തിന്റെ വിശുദ്ധിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വായിച്ചു വന്നപ്പോൾ അവിടെ ഈ
ബാബിലോണിനെ കുറിച്ചും പുതിയ യെരൂശലേമിനെ കുറിച്ചും പറയുന്നുണ്ട്. ബാബിലോൺ എന്ന് പറയുന്ന ആ നഗരത്തെ കുറിച്ച് മഹദിയാം ബാബിലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വ്യാജസഭയായിട്ടാ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ യെരൂശലേമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അത് കുഞ്ഞാടിന്റെ കാന്തയായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലൊരു വ്യത്യാസം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്, വ്യാജസഭയ്ക്ക് സാദൃശ്യമായിട്ട് നിൽക്കുന്ന ഈ ബാബിലോണിനെ മഹദിയാം ബാബിലോൺ എന്നുള്ള പദം കൊണ്ട്, മഹദി എന്നുള്ള അത് വലിപ്പമുള്ളതെന്നുള്ള അർത്ഥമാണ്. മഹദി എന്നൊക്കെ പറയുമ്പോൾ വലിപ്പമുള്ളതെന്നുള്ള ഒരു ആശയം അവിടെ ഉണ്ട്. അതിനെ വലിപ്പമുള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ, കുഞ്ഞാടിന്റെ കാന്തയാകുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുമ്പോൾ വലിപ്പമുള്ളതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ നഗരം എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ എന്താണ് വിശുദ്ധ നഗരം? അപ്പം ബാബിലോണിനെ കുറിച്ച് പറയുന്നത് മഹദിയാം വലിപ്പമുള്ളത്, എന്നാൽ കുഞ്ഞാടിന്റെ കാന്തയാകുന്ന പുതിയ യെരൂശലേമിനെ കുറിച്ച് പറയുന്നത് വിശുദ്ധ നഗരം എന്നാണ്. എന്താ അതിനകത്തൊന്ന് പഠിക്കുന്നത്? വലിപ്പമല്ല ദൈവസഭയുടെ പ്രാധാന്യത, വിശുദ്ധിയാണ്. വലിപ്പത്തിനല്ല പ്രാധാന്യം, വിശുദ്ധിക്കാണ്. ദൈവസഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. ഇന്ന് ഒരു പ്രശ്നം, ഇന്നത്തെ സഭയുടെ പ്രശ്നം, ആളുകളെ കൂട്ടാൻ നോക്കുക, എങ്ങനെങ്കിലും കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് ഇന്നത്തെ നമ്മുടെ സഭകളൊക്കെ അധപ്പതിച്ചിരിക്കുക. അത് ദൈവവചനത്തിന്റെ അജ്ഞത കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മാനുഷികമായിട്ടുള്ള പല ഗുണങ്ങൾക്ക് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, വലുതെന്ന് അറിയിക്കാൻ വേണ്ടിയൊക്കെയുള്ള പരിശ്രമത്തിൽ അനേക സഭകൾ ഇന്ന് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത്, ഭയങ്കര അഡ്ജസ്റ്റ്മെന്റുകൾ, അനുരഞ്ജനം, കോംപ്രമൈസ് ചെയ്ത് ആളുകളെ സഭയിലേക്ക് എടുക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ അവർക്ക് ഭയങ്കര ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും. അവിടെ വിശുദ്ധിക്കോ വേർപാടിനോ ഒന്നും വലിയ സ്ഥാനം ഇല്ല. തിരുത്തലുകൾ ഇല്ലാത്ത സഭകളിൽ പോകാൻ ഇന്നത്തെ ജനത ഇഷ്ടപ്പെടുന്നു. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സഭയിൽ വന്നാൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നു അല്ലെ. ആഭരണം ധരിക്കരുത്, പിന്നെ ക്ലീൻ ഷേവ് ആയിരിക്കണം, പുരികം വലിച്ചു പറിക്കരുത്, ക്യൂടെക്സ് ഇടരുത്, ക്യൂടെക്സ് അടിക്കരുത്, എന്താണ് ലിപ്സ്റ്റിക് ഇടരുത്, ഇങ്ങനെ പുറമേയുള്ള കുറച്ച് ഒത്തിരി റെസ്ട്രിക്ഷൻസ് നിങ്ങൾ ഇങ്ങനെ അങ്ങ് ചെയ്യുക. എന്നാൽ ഞങ്ങൾ പോകുന്ന സഭയിലൊന്നും അങ്ങനത്തെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. നിങ്ങൾ നോക്കുക, നിങ്ങളെക്കാട്ടിലും അവിടെ പാട്ടുമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. ഇങ്ങനെ ഒരു ട്രെൻഡ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് എവിടെ പോയാലും ആർക്കും ആരെയും കിട്ടും. പണ്ടങ്ങനെ കിട്ടത്തില്ലായിരുന്നു. ഇന്ന് ഒരു സഭയിൽ നിന്ന് ഒരാൾ പോയാൽ ആ ആളിനെ സ്വീകരിക്കാൻ ചാക്കുമായിട്ട് മറ്റൊരാൾ ഇരിക്കുക, ആളിനെ അന്നേരം തന്നെ പിടിച്ചോണ്ട് പോകാനായിട്ട്. അപ്പൊ എന്തുണ്ടാകുന്നില്ല, ഈ തിരുത്തലുകൾക്ക് ആളുകൾ വിധേയമാകത്തില്ല. ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കുഴപ്പം എന്ന് അറിയാമോ, ആളിന് മാനസാന്തരം ഉണ്ടാകത്തില്ല. ഒരു സഭയിൽ നിന്ന് പോകുന്നത് ഒരു പ്രശ്നം കൊണ്ടായിരിക്കും, ഒരു പ്രശ്നം അവിടെ ഉണ്ടായി കാണും. പക്ഷെ ആ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്താതെ, അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകാതെ, അവിടെ ഒരു ഉദർച്ച സൃഷ്ടിച്ചിട്ടാണ് അടുത്ത സഭയിലേക്ക് ഒരു പക്ഷേ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ സംഭവിക്കുന്ന, ഈ പോകിയ ആളിന് ഒരിക്കലും ഒരു മാനസാന്തരം ഉണ്ടാകത്തില്ല. സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് വരുന്നത് തെറ്റല്ല, അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് വരുമ്പോൾ പഠിപ്പിക്കാം. നമ്മളൊക്കെ അങ്ങനെ വന്നവരാണ് ഒരു പക്ഷെങ്കിൽ. പക്ഷെ അങ്ങനെ ഒന്ന് വന്നു എന്ന കാരണം കൊണ്ട് നമ്മുടെ വരവ് തെറ്റെന്നല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. കർത്താവിനെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. അപ്പം ഈ ആൾക്കൂട്ടമല്ല സഭ, ഒത്തിരി ആളിനെ വിളിച്ചു കൂട്ടുന്ന ഒരാൾക്കൂട്ടമല്ല. ഇതൊരു ക്ലബല്ല, എല്ലാവർക്കും വന്നു കയറി പോകാവുന്ന ഒരു സ്ഥലമല്ല. സ്തോത്രം. ഇത് ഞാൻ പറയുന്നത് ഒരു പഞ്ചായത്ത് കിണറല്ല. ഇത് പഞ്ചായത്ത് കിണറിലൊക്കെ ഒരുപാട് കപ്പിയൊക്കെ ഇട്ട് ആളുകൾ അവിടെ വരും, എല്ലാവർക്കും വെള്ളം കോരിക്കൊണ്ടു പോകാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കിണറല്ലിത്. ഇതൊരു കെട്ടിയടച്ച തോട്ടമാണ്. ദൈവസഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അവിടെ വിശുദ്ധിയാണ് ഇമ്പോർട്ടന്റ്. അവിടെ വചനമുണ്ട്, പ്രമാണങ്ങളുണ്ട്. ആ വചനത്തിൽ വളരുന്നവരുമാണ് അവിടുത്തെ അംഗങ്ങൾ. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു സഭയല്ല പ്രധാനം, വിശുദ്ധിയാണ് സഭയ്ക്ക് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ സഭ എന്ന് പറയുന്നത് മനുഷ്യരെ സന്തുഷ്ടരാക്കുന്ന സ്ഥലം മാത്രമല്ല. ഇന്നെങ്ങനെയാ അവിടെ ചെന്ന ഒത്തിരി സന്തുഷ്ടിയാ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് ചെന്നാൽ മതി, അനുഗ്രഹം കൊടുക്കുമെന്നാ പറഞ്ഞത് അല്ലേ. അതില്ലേ, നീ സൈക്കിളുമായിട്ട് വാ, കാറുമായിട്ട് പോകാം, ഒഴിഞ്ഞ ബാങ്ക് ബാലൻസ് ആണോ അതുകൊണ്ട് പോരെ, നീ പോകുമ്പോഴത്തേക്ക് നിറച്ചു കിട്ടുമെന്നാ പറയുന്നത്. നിന്റെ കടം മുഴുവൻ അങ്ങ് മാറിപ്പോന്നാ പറയുന്നത് അല്ലേ. നീ ഇങ്ങോട്ട് വന്നാൽ മതി, ഇതിന്റെ ഈ കാര്യങ്ങളല്ല. നിനക്ക് അനുതാപം വേണമെന്ന് നിർബന്ധമില്ല, മാനസാന്തരം വേണമെന്ന് നിർബന്ധമില്ല, ജീവിത വിശുദ്ധി വേണമെന്ന് നിർബന്ധമില്ല. പ്രൈസ് ആൻഡ് വർഷിപ്പ് എല്ലാവരുടെ കൂടി കള്ളുകുടീനും അതിനകത്ത് കാണും, ആണും പെണ്ണും കാണും,
പ്രേമിച്ച് നടക്കുന്നവൻ കാണും, അങ്ങനെയുള്ളവൻ കാണും. ചില സഭകളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നാ പറയുന്നത്. സ്വതന്ത്രം. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവരും കൂടി ഡാൻസ് കളിക്കുന്ന ലഹരിയിൽ, എന്താണ്, മ്യൂസിക്കിന്റെ ഒക്കെ അകമ്പടിയിൽ ലഹരിയോടെ ഒരു വൈകാരികതയില് വൈകാരിക പ്രകടനങ്ങൾ നടത്തി ആരാധിക്കുന്ന മനുഷ്യനൊരു ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക. സംതൃപ്തിയായി കൊള്ളാം. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനമല്ല ദൈവ സഭ എന്ന് പറയുന്നത്. അത് വ്യക്തികളെ വിശുദ്ധരാക്കുന്ന സ്ഥലമാ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, വ്യക്തികളെ വിശുദ്ധരാക്കുന്ന സ്ഥലമാണ് ദൈവസഭ. അല്ലാതെ ഒരു 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 സന്തുഷ്ടി മാത്രം നൽകുന്ന സ്ഥലം അല്ല. സന്തുഷ്ടി ലഭിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. സന്തുഷ്ടി മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന, മകനെ നിന്റെ ജീവിതത്തിൽ വഴി തുറക്കുന്നു, നിന്റെ ജീവിതത്തിൽ നാളെ അത്ഭുതം സംഭവിക്കും, നിന്റെ ജോലി നാളെ മാറി കിട്ടുകയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യനെ സന്തുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല. ഗൾഫിലൊക്കെ ഉള്ളവരോട് പറയേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, ഇവിടെ വരുന്ന മാസ്റ്റർമാർക്ക് അറിയാം. ഓരോ വചനങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിനെ തൊട്ടെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ ഉണർന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. എന്താ കാര്യം അറിയാമോ? അവിടെ ജോലിയെ സംബന്ധിക്കുന്ന കാര്യമാണ് അത് വരുന്നത്. അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളെ സംബന്ധിക്കുന്ന വാക്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പറന്ന ആളുകൾ ആരാധിക്കും. സഭ അതിനു വേണ്ടിയുള്ളതല്ല. ആരാധിക്കുന്നത് തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ സന്തോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന തെറ്റൊന്നുമല്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ വിശുദ്ധരാക്കുന്ന സ്ഥലമായത്, ശുദ്ധരാക്കി മാറ്റിയെടുക്കുന്ന സ്ഥലം, അതാണ് ചർച്ച. അതുകൊണ്ട് ഇതൊരു ആൾക്കൂട്ടം അല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ആത്മീയ നാടോടികളായി മാറുക. ആത്മീയ നാടോടികളുണ്ട്. നാടോടികളെ കണ്ടിട്ടില്ലേ? ഒരു സ്ഥലത്ത് വരെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. സഭകൾ ഇങ്ങനെ തപ്പി തപ്പി പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോകരുത്. ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചാടി ചാടി അങ്ങനെ പോയാൽ സംഭവിക്കുന്ന കാര്യം, പണ്ടൊരു ദിവസം പറഞ്ഞു, ഇന്ന് സഭകളിൽ മത്സ്യമില്ലെന്ന് പറഞ്ഞു. മത്സ്യമില്ല, മത്സ്യത്തിന് പകരം ഇന്ന് മാക്രികളാണെന്ന് പറഞ്ഞു. കുട്ടമാക്രി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. കുട്ടമാക്രി മത്സ്യമായിരുന്നു അവിടെ ഉണ്ടാകേണ്ടത്, അല്ലേ? വെള്ളത്തിൽ മത്സ്യം. പക്ഷേ മത്സ്യത്തിന് പകരം മാക്രിയാവുക. മാക്രിയുടെ പ്രത്യേകത എന്താണ്? ഫ്രോഗ്, തവള. ഇവിടെ നിൽക്കും, നിമിഷം നേരത്തെ എടുത്ത് ഇപ്പുറത്തിയാണ്, ഇപ്പുറത്ത് നിൽക്കും, അവിടെ നിന്ന് അപ്പുറത്തിയാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു ചാട്ടം ചാടി പോകുന്നത് കൊണ്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സഭകളിലൊക്കെ മത്സ്യങ്ങൾ കുറഞ്ഞു വരുന്നു, സഭകളിലൊക്കെ മാക്രികൾ, തവളകൾ വർദ്ധിച്ചു വരുന്നു എന്ന് ഒരാൾ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സഭ മാറിപ്പോകണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അറിയേണ്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് പറയും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും. എന്നിരുന്നാലും നമ്മൾ ഓർത്തോണം, ആത്മീയ നാടോടികളായി നമ്മുടെ ഇഷ്ടത്തിന് പറ്റുന്ന ഒരു സഭ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. ആ സഭ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണോ എന്നുള്ളത് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ഈ വിശുദ്ധിയും വേർപാടും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ തലമുറയ്ക്കൊന്നും അതിനോട് വലിയ താല്പര്യമില്ല. പഴയ ആളുകളൊക്കെ വിശുദ്ധിയും വേർപാടുമുള്ള ആളുകളാണ്. എന്തുവാ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ? വിശുദ്ധി എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് എന്ന, മാറ്റി വെക്കപ്പെട്ടെന്ന. ഞാൻ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ ദൈവത്തിനു വേണ്ടി മാറ്റി വെക്കപ്പെട്ടവനാണ് എന്ന അർത്ഥം. ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട, ഞാൻ ദൈവമാണെന്നല്ല, ഞാൻ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവിക ഉപയോഗത്തിനുള്ളതാ. ഞാൻ ഒരു കാര്യം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണെങ്കിൽ അത് വേറൊരു കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കത്തില്ല. കർത്തൃമേശയുടെ ഗ്ലാസുകൾ ഇവിടില്ലേ, ഗ്ലാസുകൾ, അതിനെ നമ്മൾ വിശുദ്ധം എന്ന് പറയാറുണ്ട്. അത് സ്വർഗത്തിൽ പോത്തൊന്നുമില്ല. പക്ഷേ ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തു എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ, നമ്മളെ പോലെ അല്ല എങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തു എന്ന നിലയിൽ നമ്മൾ അതിനെ വിശുദ്ധം എന്ന് പറയും. എന്നിരുന്നാലും ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഗ്ലാസുകളുടെ എണ്ണം കുറഞ്ഞു. എല്ലാവർക്കും പെപ്സി ഒഴിച്ചു കൊടുത്തപ്പം ഇനിയും കൊടുക്കാൻ 10 പേർ കൂടെ കൊടുക്കണം, ഗ്ലാസ് ഇല്ല. ഉടനെ നോക്കിയപ്പോൾ കർത്തൃമേശ കഴിഞ്ഞ ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ട്. ഉടനെ അതെടുത്ത് ഉപയോഗിക്കുമോ? അതിനെടുത്ത് പെപ്സി ഒഴിക്കാൻ ആരെല്ലാം വന്നാൽ മുതിർന്ന ആളുകൾ പറയും, മനമനെ അത് എടുക്കാൻ പാടില്ല, അത് വിശുദ്ധ വസ്തു എന്ന് പറയും. അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം അതേ ഗ്ലാസ് തന്നെയായിരിക്കും അപ്പുറത്ത് ഉപയോഗിച്ച ഗ്ലാസ്. നമ്മുടെ വീട്ടിൽ ചെടി വളർത്താനൊക്കെ പല വീടുകളിലും ഉപയോഗിക്കുന്ന സാധനം ഈ ഗ്ലാസ് തന്നെ. മണി പ്ലാന്റും ഒക്കെ എന്തിനാ വളർത്തുന്നത് എനിക്കറിയത്തില്ല. പൈസ ഉണ്ടാകാനാണെങ്കിൽ കുഴഞ്ഞു കേട്ടോ. അഭിവൃദ്ധി വരുമെന്നുള്ള ചിന്തയിലാണെങ്കിൽ ദൈവദിനത്തിന്റെ നഗ്നമായ ലംഘനം ആ വീട്ടിൽ നടക്കുക. വായുവിന് വേണ്ടിയും ഉന്മേഷത്തിന് വേണ്ടിയും ഒക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ? മനസ്സിലാവുന്നുണ്ടോ? ആഭിചാരമായി പോകരുത്. മണി പ്ലാന്റ് ഒക്കെ കൊണ്ടായ നമ്മുടെ ബിസിനസ് വർദ്ധിക്കുമെന്നും
അത് വെച്ചേ പിന്നെ നമുക്ക് ഇച്ചിരി അഭിവൃദ്ധി ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോയ പിന്നെ നമുക്ക് ഇച്ചിരി താഴ്ചയാണ്, ജോലിയെല്ലാം പരാജയമാ, വണ്ടിയുടെ ടയർ പഞ്ചറാകുകയാണ്, പെട്രോൾ അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ കണക്ഷനിലേക്ക് വരിക. നമ്മുടെ കണക്ഷൻ പോർട്ട് ചെയ്യല്ലേ, നമ്മുടെ കണക്ഷൻ മാറിപ്പോവും എന്നുള്ള കാര്യം മറക്കരുത്. പക്ഷെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് മാറ്റിവെക്കപ്പെടുമെന്നാണ് എന്റെ അർത്ഥം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കപ്പെട്ടത്. അപ്പൊ ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയാൽ എന്റെ ജീവിതം എന്ത് അനുഗ്രഹമായിരിക്കും. ബസ്സിൽ കയറുമ്പോഴും ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൻ, മാർക്കറ്റിൽ പോകുമ്പോഴും ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൻ, ജോലി സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൻ, സാമ്പത്തിക ഇടപാടുകൾ ഞാൻ ഇടപെടുമ്പോഴും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവൻ, ഏതൊക്കെ മേഖലകളിൽ ചെല്ലുമ്പോഴും എന്നെ ആ ബോധ്യം ഭരിക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവനാ. ആ നിലയിൽ നമ്മൾ വിശുദ്ധരാ. ആ നിലയിൽ വിശുദ്ധരായാലേ നമുക്ക് സ്വർഗരാജ്യം ഉണ്ടാകത്തുള്ളൂ. അപ്പം വിശുദ്ധി സഭയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേർപാടുണ്ട്. വേർപാട് എന്തുവാ വേർപാടെന്നൊക്കെ പറഞ്ഞാൽ സെപ്പറേഷൻ, ഹോളിനെസ് ആൻഡ് സെപ്പറേഷൻ. സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മലിനമാകാതെയുള്ള സമ്പർക്കം. എന്താണ് മലിനമാകാതെയുള്ള സമ്പർക്കം? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ഉറക്കം വരികയാണോ? പാട്ട് പാടും. ഈ പാട്ടൊക്കെ എൻ്റെ ഉണ്ട്, ഞാൻ ആ പാട്ടിടും. ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ഇതൊക്കെ കൊണ്ട് ശ്രദ്ധിച്ചാൽ ഉറക്കം പോവും. ഇത് ശരിക്കും പഠിച്ചാൽ പിന്നെ ഒറ്റ ഒരെണ്ണം ഉറങ്ങത്തില്ല. സഭ എന്താന്ന് അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരിപാടിക്കും നമ്മൾ വിരാമം കൽപ്പിക്കും. അയ്യോ ഇതാണോ സഭ, അപ്പൊ ഞാൻ എങ്ങനായിരുന്നു എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരും. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധിയുണ്ട് സഭയ്ക്ക്. വിശുദ്ധി എന്ന് പറയാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, മാറ്റി വെക്കപ്പെട്ടത്. എല്ലാവരും ഓർത്തോണം, നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ്. ദൈവ ഉപയോഗത്തിന് വേണ്ടിയുള്ളവരാണ് നമ്മൾ. മാനപാത്രങ്ങളാണ്, ഹീനപാത്രങ്ങളല്ല. അതിന്റെ പ്രയോഗമുണ്ട്, മാനപാത്രം. യജമാനന് ഇഷ്ടമുള്ള മാനപാത്രം, മാന്യകാര്യത്തിന് ഉപയോഗിക്കുന്ന മാനപാത്രമായി ദൈവം നമ്മളെ വേർതിരിച്ചിരിക്കുക. ആ നിലയിൽ നമ്മൾ ആരാണ്? ശുദ്ധര. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള എപ്പോഴും പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹം, എന്നെ കുറിച്ചുള്ള ദൈവമേ നിന്റെ പദ്ധതി എന്താണെന്ന് നീ ഉപവസിച്ചു നോക്ക്, പ്രാർത്ഥിച്ചു നോക്ക്. ഒറ്റ ആൻസർ ആയിരിക്കും, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും. അതിനപ്പുറത്തൊരു ഒരു വ്യവസ്ഥ ദൈവത്തിനില്ല. ദൈവത്തിന്റെ ഏറ്റവും വലിയ ആ നിയമ, ആ വ്യവസ്ഥ അതിനാണ്, സ്റ്റാൻഡേർഡ് അവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന സംവിധാനമാണ് സഭ എന്നൊക്കെ പറയുന്നത്. ഒരു സഭയിൽ വന്നിട്ട് ഒരു പ്രസംഗം കേട്ടിട്ട് കോരിത്തരിച്ചു. ആ ശബ്ദം കേട്ട് ഭയങ്കര നല്ല സൗണ്ട്, നല്ല ശബ്ദം, നല്ല കോരിത്തരിപ്പാ. ഇതൊന്നും അല്ല സഭയ്ക്കകത്ത് നടക്കണ്ടേ. ഇത് നമുക്ക് എഡിഫിക്കേഷൻ ഉണ്ടായോ? വിശുദ്ധിയിൽ ഒരു പടിയുടെ വളർന്നോ? ഇന്നലത്തെക്കാട്ടിൽ ഇന്ന് വിശുദ്ധീകരണത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ എനിക്ക് എടുക്കാൻ എന്റെ സ്വഭാവം കൊണ്ട് കഴിഞ്ഞെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനി വേർപാട് ഞാൻ പറഞ്ഞു, വേർപാട്, സെപ്പറേഷൻ, മലിനമാകാതെയുള്ള സമ്പർക്കം. എന്താണ് നമ്മൾ ഈ ലോകത്തിലാ ജീവിക്കുന്നത്. നമ്മളൊക്കെ ലോകത്തിലാ, പക്ഷേ നമ്മൾ ലോകക്കാർ അല്ല. ലോകത്തിലാണെങ്കിലും ലോകക്കാരല്ല. വള്ളം വെള്ളത്തിലൂടാ പോന്നേ, ബോട്ട് വെള്ളത്തിലൂടാ പോന്നേ. പക്ഷേ വെള്ളം വള്ളത്തിലില്ല. വെള്ളം വള്ളത്തിൽ കയറുമ്പോൾ വള്ളം മുങ്ങുകയാ. പക്ഷെ വെള്ളം വള്ളത്തിൽ കയറാത്തിടത്തോളം എത്ര നാൾ വേണേലും വെള്ളത്തിലൂടെ പോകാം. ഇതുപോലെ ഈ ലോകത്തിൽ എല്ലാ തിന്മയുണ്ട്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എല്ലാ പാപങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ മോഹങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ അശുദ്ധി ഇവിടെ ഉണ്ട്, എല്ലാ പാപത്തിന്റെ അനുഭവങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ദൈവവേദൽ അവൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതൊന്നും അവനിൽ കയറാതെ, അവന് ലോകക്കാരനാകാതെ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയും. സമുദ്രത്തിൽ കിടക്കുന്ന മത്സ്യത്തെ കണ്ടിട്ടില്ലേ? അതിനെ നമ്മൾ പിടിച്ചുകൊണ്ടുവരുന്നു, വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് പാകം ചെയ്യുമ്പോൾ ഉപ്പിട്ടല്ലേ നമ്മൾ പാകം ചെയ്യുന്നത്. സമുദ്രത്തിന് ഉപ്പുരസമില്ലേ? സമുദ്രത്തിൽ ഉപ്പുരസമുള്ള സമുദ്രത്തിൽ മത്സ്യം കിടന്നാലും അതിന്റെ ദേഹത്ത് ഉപ്പ് പിടിക്കത്തില്ലെന്നാ പറയുന്നത്, ജീവിച്ചിരിക്കുന്നിടത്തോളം. പക്ഷെ ചത്ത് കിടന്നാ പിടിക്കുന്ന പറഞ്ഞത്, ചത്താ പിടിക്കും. അപ്പൊ ചാകാതെ കിടക്കുന്നിടത്തോളം, ജീവനുള്ളിടത്തോളം സമുദ്രം മുഴുവൻ ഉപ്പ് നിറഞ്ഞാണെങ്കിലും ഉപ്പിന്റെ അംശം ലേശവും ശരീരത്തിൽ ലേശാതെ പോകുവാൻ, ജീവിക്കുവാൻ മത്സ്യത്തിന് കഴിവുണ്ട്. ഇതുപോലെ വിശ്വാസിക്ക് ഈ ലോകത്തിൽ എത്ര പാപം എവിടെല്ലാം ഉണ്ടായാലും നിനക്കിവിടെ ഒരു വേർപെട്ട ജീവിതം നയിക്കുവാൻ കഴിയും, വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയും. നീ ചത്താൽ, ആത്മീയമായിട്ട് നീ ഡെഡായാൽ ഇവിടുത്തെ എല്ലാ അഴുക്കും നിനക്ക് പിടിക്കുകയും ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കണം. താറാവിനെ കണ്ടില്ലേ? താറാവ് വെള്ളത്തിൽ
അല്ലേ, താറാവ് വെള്ളത്തിൽ പോകുന്ന കണ്ടില്ലേ? വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോഴും അതിനെ ശ്രദ്ധിച്ച് അതിന്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ചിലപ്പോൾ കാണത്തില്ല. നമ്മുടെ പിള്ളേരൊക്കെ വെള്ളത്തിൽ ഇറക്കിയിട്ട് കയറ്റി വന്നാൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ താറാവിന്റെ ദേഹത്ത് വെള്ളം കാണത്തില്ല. അതിന്റെ കാരണം ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രീയമായിട്ട് 100% നിങ്ങൾ ഇനി സയന്റിഫിക്കലി ഗവേഷണം ചെയ്താൽ ചിലപ്പോൾ കാണുമായിരിക്കും, എന്നാലും ആശയം മനസ്സിലാക്കുന്നത് പറഞ്ഞിരിക്കുന്നത്, താറാവിനെ വെള്ളം ശരീരത്തിൽ പറ്റാതിരിക്കാൻ വേണ്ടി അതിന്റെ ശരീരത്തിൽ നിന്ന്, അതിന്റെ ഗ്രന്ഥികളിൽ നിന്ന്, തൂവലിൽ നിന്ന് എങ്ങാണ്ട് ഒരു പ്രത്യേക രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു കവറിങ് അതുള്ള ഒരു എണ്ണയുടെ ഒരു കോട്ടിങ് അതിനുള്ളത് കൊണ്ട് വെള്ളത്തിലാണെങ്കിലും വെള്ളം അതിന്റെ ദേഹത്ത് പിടിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതുപോലെ ഒരു ദൈവ പൈതൽ കുവൈറ്റിലാണെങ്കിലും കൊള്ളാം, അവൻ അമേരിക്കയിലാണെങ്കിലും കൊള്ളാം, എല്ലാ പാപത്തിന്റെയും സാന്നിധ്യമുള്ള സ്ഥലത്താണെങ്കിലും ഇതൊന്നും നിനക്ക് ഏശാതെ നിനക്കൊരു വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ കഴിയും. അതെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് സഭ ഒരു ആൾക്കൂട്ടമാണെന്ന് വിചാരിക്കണ്ട. അഡ്ജസ്റ്റ്മെന്റ് ഉള്ള സഭകൾ തിരഞ്ഞെടുക്കരുത്. തിരുത്തലുകൾക്ക് വിധേയമാകാത്ത സഭകളിൽ നീ പോകരുത്. നിന്റെ പാസ്റ്റർ നിന്നെ തിരുത്തുന്നില്ലെങ്കിൽ, ബ്രദറെ അത് തെറ്റാണെന്ന് പറയുമ്പോൾ എന്നാ ഞാൻ അടുത്ത സഭയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ചാടിയാൽ, സ്തോത്രം, അതൊരു ആത്മീയന്റെ ലക്ഷണമല്ല. സ്തോത്രം, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. സ്തോത്രം. അപ്പോൾ തിരുത്തലുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കണം. സ്തോത്രം. കുഞ്ഞുങ്ങളെ തിരുത്തിയാൽ അത് ഇഷ്ടപ്പെടാതിരിക്കരുത്. സ്തോത്രം. ദൈവത്തിന്റെ സഭകളിലൊക്കെ തിരുത്തലുണ്ടായിരുന്നു. ഒരു ആത്മീയനായിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവനെ തിരുത്തുന്നവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നം സഭയ്ക്കകത്ത് വന്നാൽ അവനെ ആദ്യം തിരുത്തുക എന്നുള്ളതാണ്. അങ്ങനല്ലേ? ഒരു പ്രശ്നം വന്നാൽ അവനെ നേരിട്ട് കണ്ട് ഒറ്റയ്ക്ക് പോയി അവനോട് സംസാരിക്കണം. അവൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ സഭയെ കൂട്ടണം. സഭയും കൂട്ടാക്കുന്നില്ലെങ്കിൽ അവൻ ചുങ്കക്കാരനും പുറജാതിയും പോലെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ അതിന്റെ ക്രമം എന്ന് പറയുന്നത്. തിരുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കണം. തിരുത്തപ്പെടുന്നവർ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറത്തുള്ളൂ. എന്റെ പാസ്റ്ററൊക്കെ എന്നെ എത്ര മാത്രം തിരുത്തിയിട്ടുണ്ട്, മോനെ തെറ്റ്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ തിരുത്തലുകൾക്ക് വിധേയപ്പെട്ടപ്പോൾ അപ്പൊ തന്നെ അപ്പുറത്ത് വേറൊരു പാസ്റ്റർ ചാക്കോട്ടിരിപ്പുണ്ട്, മോനെ ഒരു തിരുത്തലുമില്ല, ഇങ്ങി പോരെ, ഞങ്ങളെല്ലാ സപ്പോർട്ടും തരാം. അവിടെ പോയില്ല. അവിടെ പോയിരുന്നെങ്കിൽ വേറൊരു നിലയിലേക്ക് ചിലപ്പോൾ ജീവിതം മാറ്റിപ്പോയനെ. നിങ്ങൾക്കറിയാമോ, ഈ ആരാധന വിശുദ്ധി, ഉപദേശ വിശുദ്ധി, ജീവിത വിശുദ്ധി, ഇത് സഭയ്ക്ക് ഇമ്പോർട്ടന്റാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരാധന വിശുദ്ധി, ജീവിത വിശുദ്ധി, ഉപദേശ വിശുദ്ധി. ആരെ ആരാധിക്കണമെന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ ആരെ ആരാധിക്കും? ആരെ ആരാധിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ആരെ ആരാധിക്കുന്നത്, അല്ലേ? വീണ അവനെ നമസ്കരിച്ചെന്നാ വായിക്കുന്നത് യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ, അല്ലേ? വിദ്വാൻമാര് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്ന് കാഴ്ചവെച്ചു. വീണ്, അല്ലെ, ഒന്ന് യോസഫിനും കാഴ്ചവെച്ചു, ഒന്ന് മറിയയ്ക്കും കാഴ്ചവെച്ചു, ഒന്ന് അവിടുത്തെ ആട്ടുംകുട്ടിക്കും കാഴ്ചവെച്ചു. അങ്ങനെയാണോ? അല്ല, അവന് കാഴ്ചവെച്ചു. വീണ്, അല്ലെ, കാരണം വെച്ചാൽ പറഞ്ഞത് അവിടെ ചെന്നിട്ട് ഈശോ മറിയ യോസേപ്പ് എന്ന് വിളിച്ചില്ല. ഈശോ മറിയ യോസേപ്പ് എന്നല്ല പറഞ്ഞത്. വീണ് അവനെ നമസ്കരിച്ചു. അവൻ മാത്രമാണ് ആര്? നമസ്കാരത്തിന് യോഗ്യൻ. ഇപ്പൊ ആരെ ആരാധിക്കണമെന്ന് അറിഞ്ഞെങ്കിലേ ആരാധന ശരിയാകത്തുള്ളൂ. ഒരു സഹോദരി പറഞ്ഞില്ലേ, ഞങ്ങൾ ആ മലയിലും ഈ മലയിലും ആരാധിക്കുന്നു. അത് കർത്താവ് പറഞ്ഞേ, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇങ്ങനെയുള്ളവരാകണമെന്ന് അയച്ചു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആകണം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളൊക്കെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാ കേട്ടോ. ആത്മാവിൽ ആരാധിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും. ജഡത്തിൽ പ്രശംസിച്ചു ചിലരൊക്കെ ആത്മാവിൽ ആരാധിച്ചാലും. ജഡത്തിൽ പ്രശംസിക്കാതെ ആത്മാവിൽ ആരാധിക്കുന്ന ആളുകളാണ് വിശുദ്ധന്മാരാണ് ദൈവമക്കൾ. അപ്പൊ ആരാധന വിശുദ്ധി ഉണ്ടായിരിക്കണം. തീർന്നില്ല, ഉപദേശ വിശുദ്ധി ഉണ്ടായിരിക്കും. ഉപദേശമുള്ള സഭ, ടീച്ചിങ്സ്. ദൈവത്തിന്റെ വചനത്തിനകത്ത് ടീച്ചിങ്സ് ഉണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്, ആദ്യത്തെ വാക്യത്തിലുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ, ഗോഡ് ബ്രീത്ത് എന്ന ദൈവശാസ്ത്രം, അക്ഷരീകമായത് ദൈവശാസ്ത്രം, ഗോഡ് ബ്രീത്ത്, ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ. നമ്മളൊക്കെ ആരാണ്? ദൈവത്തിന്റെ മനുഷ്യൻ. എല്ലാവരും എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ. ചിലപ്പോ എന്റെ പ്രസംഗങ്ങളായിട്ടും ചിലപ്പോൾ മാറ്റപ്പെട്ടേക്കാം. ശ്രദ്ധിച്ചാട്ട്, ദൈവത്തിന്റെ മനുഷ്യൻ. ഞാൻ ആരാണ്? ദൈവത്തിന്റെ മനുഷ്യൻ. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. ഓർമ്മയുണ്ടോ? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. അത് വിട്ട് ഓടി, യോസേപ്പ് വിട്ട് ഓടിയതുപോലെ. സ്വതന്ത്രം എന്താണ്? തിരികെയാഗ്രഹം വിട്ടോടുക, അങ്ങനെ ഒരുപാട് ദുർനടപ്പ് വിട്ടോടുക, വിഗ്രഹാരാധന വിട്ടോടുക, അങ്ങനെ ഒരുപാട് ഓടേണ്ട കാര്യങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. നീയോ, അവിടെ പൗലോസ് തിമോഥെയോസിനെ വിളിക്കുന്നത് നീ ആരാണ്? നല്ല ഓർമ്മ വേണം. നീ ആരാണ്?
നീ ഒരു സാധാരണ വിശ്വാസിയല്ല, നീ ദൈവത്തിന്റെ മനുഷ്യനാ. ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിചിത്ര മനുഷ്യൻ എന്നല്ല എന്റെ അർത്ഥം. സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണ ഒരു വിചിത്ര മനുഷ്യൻ എന്നല്ല എന്റെ അർത്ഥം. വ്യത്യസ്ത മനുഷ്യൻ എന്ന അതിന്റെ അർത്ഥം. ഈ ഭൂമിയിൽ ഒരു വ്യത്യസ്തതയ്ക്കായി ദൈവം നിന്നെ തിരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ദൈവിക സ്ഥാപനമത്രേ ദൈവത്തിന്റെ സഭ. ആ സഭയിൽ വന്നവരൊക്കെ ദൈവത്തിന് സ്തുതിച്ചാണ്. അവിടെ ഉപദേശ വിശുദ്ധിയുണ്ട്, ഉപദേശം, ടീച്ചിങ്സ് ഉണ്ട്. കർത്താവ് തന്നെ പഠിപ്പിച്ചു. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. അതാ എന്റെ ലക്ഷ്യം. എന്താ ആരാകണം? തികഞ്ഞവനാകണം. ബോധ്യമായ എല്ലാ പാപങ്ങളുടെ മേലും ജയമെടുത്തെങ്കിലേ തികഞ്ഞവനാകത്തുള്ളൂ. ബോധ്യമായ പാപങ്ങളില്ലേ, അറിയാത്ത പാപങ്ങൾ അങ്ങ് നിൽക്കട്ടെ, പക്ഷെ ബോധ്യമായ പാപങ്ങളുണ്ട്. ആ പാപങ്ങളുടെ മേൽ ജയമെടുത്തു പോയെങ്കിലേ തികഞ്ഞവനായി തീരത്തുള്ളൂ. പൗലോസിന്റെ പ്രസംഗം നിങ്ങൾക്കറിയാമല്ലോ. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ചുമ്മാതല്ല, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ജീവിതത്തിന്റെ അവസാനത്തില്ലായിരുന്നു. പൗലോസിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, പൗലോസ് ഇത് ചപ്പ് ഇത് ചവറ് എന്നെണ്ണി വലിച്ച് എറിഞ്ഞ് കളഞ്ഞതിനെ മുഴുവൻ നമ്മളിന്ന് പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു ഉപവസിച്ചു. പൗലോസ് എനിക്ക് ലാഭമായിരുന്നതിനെല്ലാം ഇത് ചപ്പ് ഇത് ചവറ് എന്നെണ്ണി, പിന്നെ പിൻപിലുള്ളതിനെ എല്ലാം അങ്ങ് മറന്നു, പ്രാണനെ പോലും വിലയേറിയതായിട്ട് എണ്ണിയില്ല. അങ്ങനെയുള്ളവരാണ് പൗലോസ്. ആ പൗലോസിന്റെ ജീവിതാവസാനത്തിൽ തണുപ്പിന് പുതയ്ക്കാനായിട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു പുതപ്പ് പോലും ഇല്ലായിരുന്നു. ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? എന്നും കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി ദൈവം പിടിപ്പിച്ചോ? ഇല്ല, എന്നൊന്നും പിടിപ്പിച്ചില്ല. പലവട്ടം ഒന്ന് കുറേ 40 അടി, പലവട്ടം 5 പ്രാവശ്യമല്ലേ, പലവട്ടം കൊണ്ടു. കാറ്റിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അങ്ങനെയുള്ള ആപത്തുണ്ട്. അതാ വയ്ക്കാൻ വയ്യാത്ത പറഞ്ഞത്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, ഉപദ്രവം, പട്ടിണി, നഗ്നത, പ്രോപ്പർ ഡ്രസ് ഇല്ല, ഷർട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ മേലങ്കിയില്ലായിരിക്കാം, ഡ്രസ് ഇല്ല, പിന്നെ ആപത്ത്, വാള്, ഉപദ്രവങ്ങള്, ഇതെല്ലാം സഹിച്ചു. ഇതെല്ലാം ദൈവത്തിന് അങ്ങ് മാറ്റി കൊടുത്തുകൂടായിരുന്നു. ഭയങ്കര ഒരു അപ്പോസ്തലനല്ലേ, എല്ലാം കൊടുത്തില്ല. ചില സമയത്തൊക്കെ വിടുവിച്ചു, ചില സമയത്ത് വിടുവിച്ചില്ല. ജീവിതത്തിന്റെ അവസാന രംഗങ്ങളിൽ എത്തുമ്പോഴും എന്താ സ്ഥിതി? അവിടുത്തെ സ്ഥിതി പുതയ്ക്കുവാനായിട്ട് ഒരു പുതപ്പ് പോലില്ല. നീ വരുമ്പോൾ ഒരു പുതപ്പ് കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്, തണുപ്പത്ത് പുതയ്ക്കാൻ. ഇതുപോലെ ഇതില്ല. പക്ഷേ അവസാനിക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞ അവസാനിപ്പിക്കും? ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇതൊന്നും തരാത്ത ദൈവമല്ല എന്ന് പറഞ്ഞില്ല. നമ്മുടെയൊക്കെ ദൃഷ്ടിയിലായിരുന്നെങ്കിൽ പൗലോസിനെ പോലെ അനുഗ്രഹിക്കപ്പെടാത്ത ഒരുത്തനില്ല. അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികതയാണെന്ന് വിശ്വസിക്കുന്നവരാ പെന്തിക്കോസ്തുകാർ കൂടുതലും. അങ്ങനെ പഠിപ്പിച്ചിട്ടത് കൊണ്ടാ. അതുകൊണ്ട് ഭൗതികത എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേയുള്ള ആരാധനയുടെ ശബ്ദത്തിനകത്തും ഒരു ഭൗതികതയുടെ ആർപ്പ് വരരുത്, ഭൗതികതയുടെ ഒരു ആരാധന ഉയർത്തരുത്. ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ ഭൗതിക മണ്ഡലങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ അതിനകത്തൊരു കോരിത്തെരിപ്പിന്റെ ആരാധന ഉയർത്തി ആരാധിക്കരുത്. യേശുവിനെ ആരാധിച്ചോളണം. അവന്റെ വീണ്ടെടുപ്പിനെ ഓർത്ത് ദൈവത്തെ ആരാധിച്ചോണം. കർത്താവിന്റെ കാര്യം പറയുമ്പോൾ ആരും ആരാധിക്കുന്നവരുണ്ടോ? ആരാധിക്കത്തില്ല. കർത്താവിന്റെ കാര്യം പറഞ്ഞാൽ ആരാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞാൽ ആരാധിക്കത്തില്ല. വീണ്ടെടുപ്പ് പറഞ്ഞാൽ ആരാധിക്കത്തില്ല. വഴി തുറക്കാൻ പോകുന്നെന്ന് പറഞ്ഞ ഒറ്റ ആരാധന ആരാധിക്കും. നമ്മളുടെയൊക്കെ മൈൻഡിനെ അങ്ങനെ കുടുക്കിയിട്ടിരിക്കുക. ഭൗതികത വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. നീ ആരാധനയിൽ വ്യവസ്ഥാപിതമായിട്ട് വന്നാൽ ഭൗതിക മണ്ഡലത്തിൽ വിടുതൽ ഉണ്ടാകുക ചെയ്യും, സംശയമില്ല. പക്ഷെ ആരാധനയൊന്നും അതിനെ ബേസ് ചെയ്തല്ല. അതുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയണം. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നേ? ആരാധന വിശുദ്ധിയുണ്ട്, ഉപദേശ വിശുദ്ധിയുണ്ട്, ഉപദേശം ടീച്ചിങ്സ് ഉണ്ട്. നമ്മൾ വായിക്കുന്നത് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന് ടീച്ചിങ്സ്. തികഞ്ഞവനാവണമെങ്കിൽ ഉപദേശം വരണം, ടീച്ചിങ്സ് വരണം, പഠിപ്പിക്കലുകൾ വരണം. കർത്താവിന്റെ ശുശ്രൂഷ നോക്കിയോ, ടീച്ചിങ്സ്. ആൾക്കത് ഇഷ്ടമല്ല, ടീച്ചിങ്സ് ഒരിക്കലും ഇഷ്ടമല്ല. കൃപയില്ലെന്ന് പറയും. ആ പാസ്റ്റർക്ക് വലിയ കൃപയൊന്നും ഇല്ലെന്ന് പറയും. അത് ജ്ഞാനത്തിന്റെ വചനമായിരിക്കും പുള്ളിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ്. ഓരോ ഗിഫ്റ്റ് ഇല്ലേ? ചിലർക്ക് ജ്ഞാനത്തിന്റെ വചനമുണ്ട്, ചിലർക്ക് പരിജ്ഞാനത്തിന്റെ വചനമുണ്ട്, അത് ഒരേ ആത്മാവിനാൽ. ചിലർക്ക് രോഗശാന്തിയുടെ വരമുണ്ട്, അല്ലേ? ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. നമ്മള്
ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് എടുത്തിട്ട് നമ്മൾ പറയും ആ പാസ്റ്റർക്ക് വലിയ കൃപയൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞു പിടിപ്പിക്കരുത്, അബദ്ധം പറ്റും, അപകടമാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യങ്ങളെ തിരിച്ചറിയണം. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ടീച്ചിങ്സ് ഉണ്ട്, പിന്നെന്താ ഉണ്ട്? ഉപദേശത്തിനും ശാസനയുണ്ട്. മനുഷ്യന് ഇഷ്ടമല്ലത് ശാസന, ശാസിക്കുക. ശാസനത്തിന് എന്ന് പറഞ്ഞാൽ പാപത്തിലായിരിക്കുന്നവരെ ശാസിക്കുക. പരസ്യമായും ശാസിച്ചിരുന്നു ആദിമസഭയിൽ. സ്തോത്രം. പരസ്യമായി ശാസിച്ചിരുന്നു. സ്തോത്രം. പാപത്തെ വെറുക്കാത്ത ആളുകളെ പൗലോസ് പകച്ചിരുന്നു. കൊരിന്ത്യർ സഭയ്ക്ക് എല്ലാ കൃപാവരങ്ങളും ഉണ്ടായിരുന്നു വായിക്കുന്നത്. ഒരു കൃപാവരത്തിനും കുറവില്ലായിരുന്നു. ഇത് അങ്ങോട്ട് വായിച്ചു വരുമ്പം ഒരുപാട് പ്രശ്നങ്ങളും ആ സഭയ്ക്കുണ്ടായിരുന്നു. ദുർനടപ്പുണ്ടായിരുന്നു. അത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആ വാക്യം. ദുർനടപ്പുണ്ടായിരുന്നു. പക്ഷെ പൗലോസിന്റെ വിഷമം സഭയിലെ ഒറ്റൊരുത്തൻ ആ പാപത്തെ കുറിച്ച് ദുഃഖിച്ചില്ലെന്നുള്ള. ആ വ്യക്തി ഇന്ന പാപം ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും മനസ്സിനൊരു ദുഃഖം പോലും ഉണ്ടായില്ല. അത് പാപമാണെന്ന് പോലും. പാപത്തോട് ഒരിക്കലും അനുരഞ്ജനപ്പെടരുത്. തിരുത്തലുകൾ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഉപദേശത്തിനും ശാസനത്തിനും പിന്നെ ഗുണീകരണത്തിന്, തെറ്റു തിരുത്തുന്നതിന്. ഗുണീകരണം എന്ന് പറഞ്ഞാൽ തെറ്റു തിരുത്തല. തെറ്റു തിരുത്തുന്നതിനും പിന്നെ നീതിയിലെ അഭ്യസനം, പരിശീലനത്തിന്. ഇതിനാണ് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാധനാ വിശുദ്ധി വേണം, പിന്നെ ഉപദേശ വിശുദ്ധി വേണം, പിന്നെ ജീവിത വിശുദ്ധി വേണം. എല്ലാവരും എന്ന് പറഞ്ഞാട്ട് ജീവിത വിശുദ്ധി വേണം. ഉപദേശം തെറ്റിയാൽ ജീവിതം തെറ്റിയിരിക്കും. ഒരു സംശയം വേണ്ട. ഉപദേശം തെറ്റിയാൽ ജീവിതം തെറ്റും. ഉപദേശത്തിനനുസരിച്ച് ജീവിതം വന്നില്ലെങ്കിൽ ജീവിതം തെറ്റിപ്പോകും. ജീവിതം തെറ്റിയാൽ നമ്മുടെ നിത്യതയെ അത് ബാധിക്കാം. അതുകൊണ്ട് ജീവിതം തെറ്റാതിരിക്കാൻ ആരാധന വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും പാലിച്ചു വേണം ദൈവമക്കൾ പോയി. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഉള്ളൂ. ചർച്ച് എന്ന് പറയുന്നത് എന്തല്ല ഇവിടില്ലേ ആൾക്കൂട്ടം അല്ല. ചർച്ച് ഒരാൾക്കൂട്ടം അല്ല. സ്തോത്രം. ഒത്തിരി ആളുണ്ട് എന്ന കാരണത്താൽ അതൊരു സഭയാകത്തില്ല. സ്തോത്രം. വലിപ്പത്തിലല്ല കാര്യം, വിശുദ്ധിയിലാണ് കാര്യം. ദൈവത്തിന്റെ സഭ വലിപ്പമുള്ളതായാലും വലിപ്പമില്ലാത്തതായാലും അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ഹോളിനെസ് ആണെന്നുള്ള കാര്യം. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം വിശുദ്ധനാണ്. എല്ലാവരും ഉറക്കെ പറയട്ടെ, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ഓക്കെ. അടുത്തത് സഭ എന്തല്ല. സഭ എന്ന് പറയുന്നത് സംഘടനയല്ല. സംഘടന, ഓർഗനൈസേഷൻ അല്ലേ? സംഘടനകൾ, ഒരുപാട് സംഘടനകൾ. അവരുടെ എംബ്ലങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചർച്ചക്കോടുണ്ട്, ഹലോ APC ഉണ്ട്, മൂന്നെണ്ണത്തിന്റെ സ്ഥലമേ കിട്ടിയുള്ളൂ, വേറെ എംബ്ലംസ് ഉണ്ട്. ഇങ്ങനെയുള്ള സംഘടനകളല്ല സഭ. ഇതൊക്കെ സഭയ്ക്കകത്ത് വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ വാസ്തു പറഞ്ഞായിരുന്നു APCയും AGയും ചർച്ചക്കോടും ഒന്നും എന്തല്ല, സഭയല്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ പോകത്ത ആളെ ആരാധനയ്ക്ക് വരുന്നത് അങ്ങനെയൊന്നും പറഞ്ഞ് ഇത് നേരെ തിരിച്ചെടുത്തോണ്ട് പോക്കളായിരുന്നു. ഇത് ശരിയായ ലൈനിലേക്ക് വരണം. അപ്പം സഭ എന്ന് പറയുന്നത് എന്തല്ല, സംഘടന അല്ല എന്ന് നമ്മൾ ചേർക്ക്. സംഘടനാ സ്പിരിറ്റ് ഭയങ്കരമാണ്. സംഘടനാ സ്പിരിറ്റ് ഒരു ഈവിൾ സ്പിരിറ്റ് എന്നാ പറയുന്നത്. സംഘടനാ സ്പിരിറ്റ് എന്താണ്? ഈവിൾ സ്പിരിറ്റ് ആണ്. ഈവിൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പൈശാചിക സ്പിരിറ്റാ സംഘടനാ സ്പിരിറ്റ്. ചേർക്ക് ഭയങ്കര. എന്റെ ശരീരത്തോട് ഒഴുകുന്നത് ചർച്ചക്കോടിന്റെ രക്തമാണ്. എന്റെ ശരീരത്തിന്റെ ഒരു ഞരമ്പ് പൊട്ടിയാൽ IPCയുടെ രക്തം ഇങ്ങനെ ഒഴുകും. AEയുടെ രക്തം എന്റെ ശരീരത്തിൽ ഒഴുകുക. ഇത് കുത്തിവെച്ച് വെച്ചിരിക്കുക. ഇത് കുത്തിക്കയറ്റി വെച്ചാണ് ഈ വിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭ എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയല്ല. സ്തോത്രം. അവിടെ ഡിനോമിനേഷൻ സ്പിരിറ്റ് പാടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ജയാളികളുമായിട്ടുള്ള കൂട്ടായ്മ എപ്പോഴും നമുക്ക് അനിവാര്യമാണ്. അതിന് ഇന്ന ഒരു സഭയുടെ ലെവലൊന്നും വേണ്ട. പ്രാദേശിക സഭയെ കുറിച്ചാണ് പറഞ്ഞത്. പ്രാദേശിക സഭയുടെ ലെവലൊന്നും വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ ആരെങ്കിലും ഇനി സ്വർഗത്തിൽ ചെന്ന് ഇപ്പൊ തന്നെ ചെന്നിട്ട് നിങ്ങൾക്ക് ആരാധിക്കാനായിട്ട് അവിടെ ഒരു ചർച്ച് കോഡ് നിങ്ങൾ അന്വേഷിച്ചു പോയാൽ ഒത്തിരി നടക്കേണ്ടതായിട്ട് വരും. അപ്പൊ ചർച്ച് കോഡ് കണ്ടില്ല, അതുകൊണ്ട് ഇന്ന് IPC പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ IPC, അതുകൊണ്ട് IPCയിൽ പോന്നുള്ളതെന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഒരു IPC അന്വേഷിച്ചാൽ ഒരുപാട് നടക്കേണ്ടി വരും. അപ്പോൾ ഇനി AG ഉള്ളത് എന്ന് പറഞ്ഞ് AG അന്വേഷിച്ച് നടന്നാൽ ഒത്തിരി നടക്കേണ്ടി വരും. അവിടെ ഈ സാധനങ്ങളൊന്നുമില്ല. അല്ല, മനസ്സിലാവുന്നുണ്ടോ? അവിടെ സംഘടന ഈ സഭയിൽപ്പെട്ടവരോടുണ്ടാവും. വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളൊക്കെ അവിടെ ഉണ്ടാകും. പക്ഷെ ഈ ബോർഡുകളൊന്നും അവിടെ കാണത്തില്ല. പ്രാദേശിക സഭയോടുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ അതൊന്നും ഇല്ല. സത്യവചനം കേട്ടു നീ വാ
നിത്യജീവൻ നിനക്കീടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കീടുമേ. ഓ നിൻ പേരും ജീവപുസ്തകത്തിൽ ഉണ്മയായിന്ന് എഴുതിയിടുമേ. ഓ നിൻ പേരും ജീവപുസ്തകത്തിൽ ഉണ്മയായിന്ന് എഴുതിയിടുമേ. ഓ വരുവീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. എഴുന്നേറ്റ് നാട് വരുവീ ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും, തീരാത്ത പാപം വ്യാധിയെയും മാറാത്ത എല്ലാ ബലഹീനവും. സ്തോത്രം. എന്തല്ല സഭ എന്നാണ് പറഞ്ഞു വന്നത്. എന്തല്ല സഭ. ഇങ്ങനെ നമ്മൾ ഒത്തിരി പോയി അങ്ങ് പോകുന്ന എനിക്ക് തോന്നി. ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റാതെ, എന്നിരുന്നാലും ഞാൻ അവസരമുള്ളപ്പോൾ ഒക്കെ ബാക്കി പറഞ്ഞോളാം. ഓക്കെ, സഭ എന്തല്ല? സഭ ഒരു സംഘടന അല്ല, ഓർഗനൈസേഷൻ അല്ല. സഭ എന്തല്ല? ഒരു പ്രസ്ഥാനമല്ല. പ്രസ്ഥാനം മക്കളെ ഓഫീസ് ആദ്യം കാണണേ, മറ്റിടത്തെ ഒരു ഓഫീസായി കാണണേ. ഇതെന്തല്ല? ചർച്ച എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം അല്ല. പ്രസ്ഥാനവൽക്കരിക്കരുത് സഭ. പ്രസ്ഥാനത്തിൽപ്പെട്ടവരൊക്കെ സഭയിൽ ഉണ്ടെന്നുള്ളത് സത്യമാണ്. സഭ ഒരു സ്ഥാപനമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ബിസിനസ് കേന്ദ്രമൊന്നും അല്ല. സഭ എന്ന് പറയുന്നത് സ്കൂൾ, ആശുപത്രി ഒന്നും അല്ല. അങ്ങനത്തെ ഒരു സ്ഥാപനമല്ല സഭ. അപ്പൊ ഇതൊക്കെയാണ് സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എന്തല്ല എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഒന്നോർത്ത് പറയാൻ പറ്റുമോ? സഭ എന്തല്ല? സഭ ഇസ്രായേലിന്റെ പുതിയ പേര് അല്ല. 2, ഇസ്രായേലിന്റെ പിന്തുടർച്ച അല്ല. 3, ഇസ്രായേലിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. സ്തോത്രം. ഇസ്രായേലിന് പകരമുള്ളതല്ല. യെരൂശലേം ദേവാലയമല്ല. സഭ കെട്ടിടമല്ല. സഭ ജനസംഘമല്ല. പിന്നെ സഭ സംഘടനയല്ല. സഭ പ്രസ്ഥാനമല്ല. സഭ സ്ഥാപനം അല്ല. ഇതാണ് സഭയെക്കുറിച്ച് എന്തല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ ബുക്കൊക്കെ കൊണ്ടുവേണം. ചിലർ ബുക്കും ഡയറി ഒരു പേനയൊക്കെ അങ്ങനെ സജ്ജീവമായിരിക്കണം. പഠിക്കാൻ വരുമ്പോൾ അങ്ങനെ ഒന്ന് നോട്ട് ചെയ്യും. ഒക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ഒരിടത്ത് ചെന്ന് സഭയെക്കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് ഒരു അവസരം കിട്ടി. ഒരു കോട്ടേജ് മീറ്റിങ്ങിന് പോയി. നമ്മുടെ കോട്ടേജ് മീറ്റിംഗ് പറഞ്ഞ ആൾക്കറിയാം. വേറൊരിടത്ത് 2 ആളുകൾ എന്തല്ല സഭ. ഈ 3-4 കാര്യം കൊണ്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇത് അടുക്കിന് ചിട്ടാക്കിയും പറയുമ്പോഴേ ഈ കാര്യം ഇരിക്കുന്നത്. ഇതെല്ലാം അറിയാവുന്നതാണെങ്കിൽ ഇതിനെ ഓർഡറിൽ കൊണ്ടുവരുമ്പോഴാണ് കാര്യം ഇരിക്കുന്നത്. അപ്പം എന്തല്ല പിന്നെ എന്താണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു മെസ്സേജ് ഇല്ലേ? ഞാനിവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോയി പ്രസംഗിച്ചോണം. അവസരം കിട്ടുന്നിടത്തൊക്കെ പോയി ഇതൊക്കെ അങ്ങ് പ്രസംഗിച്ചോണം. സത്യമാണെന്ന് ബോധ്യപ്പെടാം. വചനത്തിലൂടെ ബോധ്യപ്പെട്ടാൽ അതൊക്കെ പോയി പ്രസംഗിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി എന്താണ് സഭ? എന്താണ് സഭ? എന്തല്ലെന്ന് പറഞ്ഞു. എന്താണ് സഭ? സഭയെ കുറിച്ചൊക്കെയുള്ള ബൈബിളിന്റെ പരാമർശങ്ങളില് ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ദൃശ്യ കൂടിവരവിനെ അല്ല പ്രധാനമായിട്ടും സഭ എന്ന് ബൈബിൾ വിവക്ഷിച്ചിരിക്കുന്നത്. ഒരു ദൃശ്യ കൂടിവരവിനെ അല്ല. ദൃശ്യ കൂടിവരവും സഭ തന്നെയാണ്. എന്നാൽ കൂടുതൽ ഭാഗങ്ങളിൽ ദൃശ്യ കൂടിവരവിനെ കുറിച്ചല്ല സഭ എന്നുള്ള ആ വാക്ക് കൂടുതൽ അർത്ഥമാക്കുന്നത്. ദൃശ്യ സഭയുമുണ്ട്, അദൃശ്യ സഭയുണ്ട്. അതെപ്പോഴും മനസ്സിലാക്കിയാണ്. ദൃശ്യ സഭയുമുണ്ട്, അദൃശ്യ സഭയും ഉണ്ട്. ഓക്കെ, സഭയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗ്രീക്കിൽ യവനായ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ 2 പദങ്ങൾ, അത് സഭയോട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങളുണ്ട്. 2 പദങ്ങൾ. ഒന്നാമത്തെ പദം കുറിയാക്കോൺ എന്ന് പറയുന്ന ഒരു പദമാണ്. കുറിയാക്കോൺ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കുറിയാക്കോൺ. ഈ പദത്തിൽ നിന്നാണ് നാട്ടിലൊക്കെ ചില അച്ചാന്മാരുടെ പേര് കുറിയാക്കോസ് എന്ന് പറഞ്ഞത്. അങ്ങനെ പേര് കേട്ടിട്ടുണ്ടോ? കുറിയാക്കോസ് അച്ചായൻ. ഞങ്ങളുടെ സഭ ഉണ്ടായിരുന്നു കുറിയാക്കോസ് അച്ചാൻ. അച്ഛൻ്റെ പേര് അർത്ഥം അറിയത്തില്ല. ഞാൻ പ്രസംഗിച്ച ഒരു അച്ഛനെ പേരിന്റെ അർത്ഥം മനസ്സിലായി. ആ പേരിന്റെ അർത്ഥം കർത്താവിന്റെ വകയെന്നാണ്. എന്താണ്? കർത്താവിന്റെ വക. സഭയ്ക്ക് ഈ ഒരു പദം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയ്ക്ക്
കുറിയാക്കോൺ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ വക, കർത്താവിന്റെ സ്വന്തം, കർത്താവിൻ്റെത്. നല്ലൊരു പേരാ അതല്ലേ, കുറിയാക്കോസ്, കുറിയാക്കോൺ, കുറിയാക്കോസ്. അത് ഗ്രീക്കിലെ പദം ഒരു പദം തന്നെയാണ്, സിംഗുലർ പ്ലൂറൽ എന്നൊക്കെ പറയുന്ന പോലെ. കുറിയാക്കോൺ, കർത്താവിന്റെ വക. എന്നാൽ മറ്റൊരു പദം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത പദമാണ്. ആ പദമാണ് ദൈവസഭയ്ക്ക് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് എക്ലീസിയ എന്ന് പറയും. എന്താണ്? എക്ലീസിയ, എക്ലീസിയ എന്ന് പറയുന്ന പദം. എല്ലാവരും ഉറക്കെ പറഞ്ഞാട്ട് എക്ലീസിയ. എക്ലീസിയ എന്ന് പറഞ്ഞാൽ അത് രണ്ട് പദങ്ങൾ ചേർന്നതാണ്. അത് ഒന്ന് യക് എന്നും, എക്ലീസിയ ഗ്രീക്ക് വേർഡാണ്. ആ ഗ്രീക്ക് വേർഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ രണ്ടായിട്ട് അതിനെ തിരിക്കാം. ഈ പിരിച്ചെഴുതെന്ന് പറയത്തില്ലേ, യക് എന്നും കാലിയോ എന്നും രണ്ട് പദങ്ങൾ ചേർന്നാണ് എക്ലീസിയ. യക് എന്നും കാലിയോ. യക് എന്ന് പറഞ്ഞാൽ പുറത്തേക്കെന്നാണ്, പുറത്തേക്ക്, ഔട്ട് ഓഫ്. പിന്നെ കാലിയോ എന്ന് പറഞ്ഞാൽ ടു ബി കാൾഡ്, വിളിക്കപ്പെട്ടതാണ്, പുറത്തേക്ക് വിളിക്കപ്പെട്ടത്. അതതിന്റെ അർത്ഥം. അപ്പൊ എക്ലീസിയ എന്ന് പറഞ്ഞാൽ വിളിച്ച് പുറത്തേക്ക് വന്നതെന്ന് അതിന്റെ അർത്ഥം. സഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദം എക്ലീസിയ കൂടുതൽ ഭാഗങ്ങളിലും. എക്ലീസിയ എന്ന് പറഞ്ഞാൽ വിളിച്ച് പുറത്തേക്ക് വന്നത് എന്നാണ് പറഞ്ഞാടെ, വിളിച്ച്. അതിന് കൂട്ടം എന്നുള്ള ഒരു ആശയം വെച്ചിട്ടുണ്ട്, കൂട്ടം. സഭ എന്ന് പറഞ്ഞാൽ വെറും ഒരു കൂട്ടം എന്നുള്ളത് പദത്തിനും നിയമസഭ, നിയമസഭ, രാജ്യസഭ ഒക്കെ പറഞ്ഞത് സഭയാ. അങ്ങനെ ഒരുപാട് സഭയുണ്ട്. അതെല്ലാം കൂട്ടം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. പക്ഷേ ദൈവസഭ എന്ന് പറയുന്നത് വെറും ഒരു കൂട്ടമല്ല. ദൈവസഭ എന്ന് പറയുന്നത്, എക്ലീസിയ എന്ന് പറയുന്നത് വിളിച്ച് പുറത്തേക്ക് വന്ന കൂട്ടമാണ്. ഇന്ന് പകൽ ഓർത്തോണം, ദൈവസഭ എങ്ങനെയുള്ളവരാണ്? വിളിച്ച് പുറത്തേക്ക് വന്നു. ആര് വിളിച്ചു? കർത്താവ് വിളിച്ചു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, വായിച്ച വാക്യം, കർത്താവ് വിളിച്ചു. കർത്താവ് വിളിച്ച് പുറത്തേക്ക് വന്നവരുടെ കൂട്ടമാണ് എന്ന് പറഞ്ഞാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവസഭ. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ലോകത്തിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു വേർതിരിച്ചു. എവിടെ നിന്നാ വിളിച്ചേ? ലോകത്തിൽ നിന്ന്. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കെ, കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. ആ വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയാൻ പറ്റുമോ? കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കെ, ഹലോ, കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു. അപ്പം എന്നെ വിളിച്ചു ദൈവം വേർതിരിച്ചു. ഇവിടെ കൂട്ടുകൂടി നടന്ന കൂട്ടത്തിൽ നിന്ന്, കൂട്ടത്തിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നാശകരമായ കുഴിയിലും കുഴിഞ്ഞചേറ്റിലും വിശാലമായ വഴിയിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച് ഒരു കൂട്ടത്തിലാക്കി. ആ കൂട്ടത്തിന്റെ പേരാണ് സഭ, എക്ലീസിയ എന്ന് പറയുന്ന. ഒരു വ്യത്യസ്തതയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ. ഒന്നുകൂടെ പറഞ്ഞാൽ ഈ കൃപായുഗത്തിലെ അജയ്യമായ ഒരു ആത്മീയ സ്ഥാപനം എന്ന് വേണേൽ നമുക്ക് പറയാം. ഒരു ആത്മീയ സ്ഥാപനം കേട്ടോ, മറ്റേ സ്ഥാപനമല്ല, ഒരു ആത്മീയ സ്ഥാപനം. ഈ കൃപായുഗത്തിലെ അജയ്യമായ, സകലത്തെ കീഴടക്കി മുന്നേറുന്ന അജയ്യമായ ഒരു ആത്മീയ സ്ഥാപനമുണ്ടെങ്കിൽ അതത്രേ ദൈവസഭ. നമ്മളായിരിക്കുന്ന ഈ യുഗത്തിന്റെ പേര് കൃപായുഗം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൃപായുഗം. ഇതിന് അന്ത്യകാലം ഒന്നും പറയാറുണ്ട് കേട്ടോ. അന്ത്യകാലം, കൃപായുഗം, പരിശുദ്ധാത്മയുഗം, സഭായുഗം എന്നൊക്കെ ഈ യുഗത്തിന് പേരുണ്ട്. ഈ കാലഘട്ടത്തിന് പേരുണ്ട്. ഇത് കൃപായുഗമാണ്. ഈ കൃപായുഗം ആരംഭിച്ചത് എന്താണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിലാണ്. ഇതെന്ന് അവസാനിക്കുമെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ, മടങ്ങിവരവിൽ, ഫസ്റ്റ് പാർട്ട് ഓഫ് ഹിസ് സെക്കൻഡ് കമ്മിങ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് ഇനി വരുമ്പോൾ നമ്മൾ അറിയാം, നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പം ഈ കൃപായുഗം ആരംഭിച്ചിരിക്കുന്നത് പെന്തക്കോസ്ത് നാളിൽ. ഇത് അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ മടങ്ങിവരൽ. അന്ന് റാപ്ചർ നടക്കും. റാപ്ചർ എന്ന് പറഞ്ഞാൽ ഉൽപ്രാവണം നടക്കും. പരുന്ത് കോഴിക്കുഞ്ഞിനെ നിമിഷ നേരത്തിൽ റാഞ്ചി കൊണ്ടുപോകുന്നത് പോലെ കർത്താവ് തന്റെ സഭയെ, എക്ലീസിയായെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്ന, വ്യത്യസ്തതയ്ക്കായി ഈ ലോകത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി വിളിച്ചു വേർതിരിച്ച കൂട്ടത്തെ എടുത്തുകൊള്ളുന്ന, ഖണ്ഡിനിക്കുന്നതിനിടയിൽ എടുത്തുകൊള്ളപ്പെടുന്ന ആ സമയം വരെയുള്ള കാലയളവിനെ കൃപായുഗം എന്നാ പറയുന്നേ. എല്ലാവരും പറഞ്ഞാൽ എന്താ യുഗമാണ്? കൃപായുഗം. ഈ യുഗത്തിന്റെ പ്രത്യേകത എന്നറിയാം?
ഈ യുഗത്തിന്റെ പ്രത്യേകത, ഏത് പാപിക്കും സൗജന്യമായി ദൈവത്തിന്റെ കൃപയാൽ നീതീകരണം പ്രാപിക്കുവാൻ കഴിയുന്ന, സ്തോത്രം, രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഇതുപോലെ ഒരു യുഗം വേറെയില്ല. അതുകൊണ്ടാണ് ഇതിനെ കൃപായുഗം എന്ന് പറയുന്നത്. നമ്മളൊക്കെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മൾ കൃപായുഗത്തിലാണ്. ഏത് പാപിക്കും ഇവിടെ രക്ഷപ്പെടുവാൻ കഴിയും. എത്ര പാപം ചെയ്തവനും, ഏത് കൊലപാതകനും, ഏത് കഠിന പാപിക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം സൗജന്യമായി നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിക്കുവാൻ ഇതുപോലെ വേറെ ഒരു കാലമില്ല. ഈ കൃപായുഗത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യുഗത്തിൽ, ഈ കൃപായുഗത്തിലെ അജയ്യമായ ഒരു ആത്മീയ സ്ഥാപനം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭ മാത്രമാണ്. സകലത്തെയും ജയിച്ച് കീഴടക്കി മുന്നേറുന്ന കൃപായുഗത്തിലെ ആത്മീയ സ്ഥാപനം അത്രേ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അപ്പൊ സഭ എന്നാണ് മനസ്സിലായോ? വിളിച്ച് പുറത്തു കൊണ്ടുവന്നവരുടെ കൂട്ടമാണ്. കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കെ കൂട്ടത്തിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന, അഥവാ ലോകത്തിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവ സഭ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വീണ്ടും ജനനത്താൽ, ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇടണം, വീണ്ടും ജനനത്താൽ പുതുജീവൻ പ്രാപിച്ച, നീതീകരണത്താൽ കുറ്റവിമുക്തമാക്കപ്പെട്ട, പാപമോചനത്താൽ ന്യായവിധി മാറ്റപ്പെട്ട, ആത്മാവിനാൽ നടത്തപ്പെടുന്ന, വിശുദ്ധിയും വേർപാടും ജയജീവിതവും നയിച്ച് മുന്നേറുന്ന ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവസഭ എന്ന് പറയുന്നത്. രാഗത്തുക ഞാൻ പറഞ്ഞതാ കേട്ടോ. എന്നാണ് വീണ്ടും ജനനത്താൽ എന്തോ കിട്ടി? പുതുജീവൻ പ്രാപിച്ചു. വീണ്ടും ജനനത്താൽ. പിന്നെ നീതീകരണത്താൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു. നീതീകരണം എന്ന് പറയുന്ന ബൈബിളിലെ ഒരു പ്രത്യേക പദമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്നാ നീതീകരണം. നീതീകരണം എന്താ നമ്മളിത് പറയാത്തെന്നറിയാമോ? നമ്മുടെയൊക്കെ പ്രസംഗങ്ങളിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല. നമ്മുടെയൊക്കെ പ്രസംഗങ്ങളിൽ ഓൾഡ് ടെസ്റ്റ്മെന്റും ദാവീദും ഗോലിയാത്തും, അല്ലേ? ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറോട് പറഞ്ഞു, ഗോലിയാത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സൂക്ഷിച്ചേ പഠിപ്പിക്കാവൂ. ഗോലിയാത്തിനെ ദാവീദ് എറിഞ്ഞിട്ടു എന്നൊക്കെ പഠിപ്പിക്കുമ്പം കൊച്ചിന്റെ മനസ്സിൽ എന്താ കയറുന്നേ? അല്ലേ? ഒരവസരം കിട്ടിയ എനിക്കും മറ്റവനെ എന്ത് ചെയ്യണം? എറിഞ്ഞ് താഴെ ഇടണം. ക്ലാസ് തീരുമ്പോ അങ്ങനെ ആയി പോരുത്. കൊച്ച് അവനോട് എതിർക്കുന്ന കൂട്ടുകാരനെ എറിഞ്ഞു വീഴ്ത്താനും, അല്ലെ, എതിർക്കുന്നവനെ തകർക്കാനുമുള്ള ഒരു ടെൻഡൻസിയുമായിട്ട് കൊച്ചു പോകരുത്. അത് പഠിപ്പിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിപ്പിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നോണം. ദൈവത്തിന് സ്തോത്രം. അപ്പം നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പാപിയെ നോക്കി കർത്താവ് പറയുക. അതാ നീതീകരണം. പാപത്തിന്റെ കുറ്റം മാറ്റുക മാത്രമല്ല, ശിക്ഷ മാറ്റുക മാത്രമല്ല, കുറ്റം ചെയ്തിട്ടില്ലാത്തവനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. അതിന് പറയുന്ന ഒരു ബൈബിൾ പദമാണ് എന്ത്? ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. നിങ്ങൾ എന്നെ നോക്ക്, ഞാൻ കുറ്റം ചെയ്തൊരു വ്യക്തിയാണ്, പാപിയായ ഒരു മനുഷ്യൻ. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ പാപത്തിന്റെ ശിക്ഷ അങ്ങ് മാറ്റി. എനിക്ക് നരക ശിക്ഷയില്ല. ഞാൻ എന്റെ പാപത്തിന്റെ ശിക്ഷ മാറ്റിയെന്ന് മാത്രമല്ല, ദൈവം ഇങ്ങനെ പ്രഖ്യാപിച്ചു, ബിനു പാപം ചെയ്തിട്ടേയില്ല. അങ്ങനെ പ്രഖ്യാപിച്ചു. എന്നെ അങ്ങനെ പിന്നെ പരിഗണിക്കുന്നേ. ദൈവം എന്റെ കുറ്റവും മാറ്റി, എന്നെ പിന്നെ പാപിയായിട്ട് പരിഗണിക്കത്തേയില്ല. അവന്റെ മകനായിട്ട് എന്നെ അംഗീകരിക്കുക. അപ്പൊ ഒരിക്കലും എന്നെ പാപിയായിട്ട് കാണത്തില്ല. നമ്മളൊക്കെ കാണും, അല്ലേ? നമ്മളിപ്പോഴും ഈ ക്രൂശിക്കപ്പെട്ട കള്ളൻ എന്നല്ലേ പറയുന്നത്? ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ കൂടെ കുരിശിലെ കള്ളൻ എന്ന് പറയും, അല്ലേ? ഇപ്പോഴും നമ്മൾ അയാളെ കള്ളൻ എന്നാ വിളിക്കുന്നത്, അല്ലേ? അയാൾ പണ്ട് കള്ളനായിരുന്നു, പക്ഷെ അയാൾ യേശുവിനെ വിശ്വസിച്ച്, അല്ലേ, കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞ് പുള്ളിയോട് കർത്താവ് പറഞ്ഞ്, ഇന്ന് നീ എന്നോട് കൂടെ പരദേശിരിക്കും എന്നൊക്കെ പറഞ്ഞ്, അല്ലേ, ദൈവം അങ്ങനെയായിട്ടൊക്കെ അംഗീകരിച്ചു. പക്ഷെ ഇപ്പോഴും നമ്മൾ ആ പുള്ളിയെ വിളിക്കുന്ന ആ പഴയ സ്വഭാവത്തിന്റെ പേരിലാണ്. അതാണ് മാനുഷികത എന്ന് പറയുന്നത്. മനുഷ്യർ എപ്പോഴും ആ പഴയതിലെ കാണത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട് വന്നെന്നൊക്കെ പറഞ്ഞാൽ ആ പഴയ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് വെച്ച് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ കർത്താവ് അങ്ങനല്ല. കർത്താവ് പറഞ്ഞ പണ്ടുള്ളവയെ ഓർക്കുകയില്ല. പണ്ടുള്ളവയെ എന്ത് ചെയ്തില്ല കർത്താവ്? അതിനെ സമുദ്രത്തിന് അടുത്തോട്ട് കളഞ്ഞിരിക്കുക, അതിനെ മായച്ചു കളഞ്ഞിരിക്കുകയാ, അതിനെ പുറകിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുക. പാവമല്ല, അങ്ങനെ കർത്താവ് ഡീൽ ചെയ്യുന്നത്. അപ്പം നീതീകരണം എന്നൊക്കെ പറഞ്ഞാൽ ശിക്ഷ മാറ്റുക മാത്രമല്ല, അവൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന്
കർത്താവ് പറയുക, കാരണം ക്രിസ്തു അവന്റെ കുറ്റം ഏറ്റെടുത്തത് കൊണ്ട് ദൈവം അങ്ങനെ പരിഗണിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. വീണ്ടും ജനനത്താൽ പുതുജീവൻ പ്രാപിച്ച, നീതീകരണത്താൽ കുറ്റമുക്തമാക്കപ്പെട്ട, പാപമോചനത്താൽ ന്യായവിധി മാറ്റപ്പെട്ട. അല്ലേ? ന്യായവിധി എന്തുവാ? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതത്രേ. എന്തായിരുന്നു വെളിച്ചം? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കുന്നതാണ് ന്യായവിധി എന്ന് പറയുന്നത്. വെളിച്ചമായ ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ട് ലോകത്തിന്റെ മേൽ ന്യായവിധിയുണ്ട്. സ്തോത്രം. അപ്പം പാപമോചനത്താൽ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ന്യായവിധി മാറ്റപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ന്യായവിധി മാറ്റപ്പെട്ടത് കൊണ്ട് പൗലോസ് പറഞ്ഞത്, ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. താഴെയുള്ള വാക്യങ്ങൾ ചേർത്ത് വായിച്ചു നോക്കണം. ആത്മാവിനെ അനുസരിച്ച് ജഡത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാതെ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധിയില്ല, ന്യായവിധിയില്ല. സ്തോത്രം. നരക ശിക്ഷാവിധിയില്ല. പിന്നെ നമുക്ക് ന്യായവിധി ഉണ്ട്. ഏത് നിലയിലാണെന്നറിയാമോ? നമുക്ക് ന്യായവിധി നമ്മുടെ വർക്സിനുണ്ട്, നമ്മുടെ പ്രവൃത്തിക്ക് നമുക്കൊരു വിധിയുണ്ട്. അത് നരകത്തിൽ പോകാൻ വേണ്ടിയല്ല, നമ്മുടെ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ അവിടെ ഒരു വിധിയുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്. എവിടെ ഇരിക്കുമ്പോഴാ? ശരീരത്തിലിരിക്കുമ്പോൾ. അതെപ്പോഴാ? എപ്പോഴാ? ഇപ്പം ഈ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും, രണ്ടും വരും അതിനകത്തല്ലേ, നല്ലതും വരും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ. എങ്ങനെയാണ്? അതിന് തക്കവണ്ണം. നാം എല്ലാവരും, സഭയാ, അത് സഭയെ കുറിച്ചാണ് പറയുന്നത്, എല്ലാ രക്ഷിക്കപ്പെടാത്തതിനെ കുറിച്ചല്ല. അവർക്കൊക്കെ അന്ത്യന്യായവിധിയുള്ളൂ. അത് വെള്ള സിംഹാസനത്തിന് മുമ്പിൽ അവരുടെ ന്യായവിധി. ഇത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്ന. ഇതൊരു പദം എന്നറിയാം, പയന്നു വായിക്കുമ്പോൾ. നാം എല്ലാവരും, പാസ്റ്റർ അതിനകത്ത് വരും, സെൻട്രൽ പാസ്റ്ററും വരും, ഓവർസിയറും വരും, കമ്മിറ്റിക്കാരും വരും, വിശ്വാസികളും വരും, മുഴുവൻ ആളും വരും. നാം എല്ലാവരും എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ ന്യായാസനമാ. ക്രിസ്തുവിന്റെ ന്യായാസനം. ന്യായവിധി മുഴുവൻ ക്രിസ്തുവിനാ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. എന്തിനറിയാമോ? ശരീരത്തിലിരിക്കുമ്പോ ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കാൻ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ, ഒരുത്തന്റെ പ്രവൃത്തി തീയിലൂടെ കടത്തിവിടുന്ന പറയും. നമ്മുടെ വർക്ക്സ് എല്ലാം, നമ്മുടെ സൽപ്രവൃത്തികള്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം തീയിലൂടെ കടത്തിവിടും. തീയിലൂടെ കടത്തിവിടുമ്പോൾ പൗലോസ് ചില വസ്തുക്കളെ കൊരിന്ത്യർ പറഞ്ഞിട്ടുണ്ട്. ചിലരുടെ പ്രവൃത്തികളെ ഉപമിച്ചിരിക്കുന്നത് പുല്ല്, അല്ലെ, വൈക്കോല്, എന്താ വായിക്കുന്നേ, മരം, ഇങ്ങനെ ചില വസ്തുക്കൾ. വേറെ ചിലരുടെ പ്രവൃത്തികളെ കുറിച്ച് വായിക്കുന്നേ വിലയേറിയ കല്ല്, പിന്നെ വിലയേറിയ വസ്തുക്കൾ, വിലയേറിയ ലോഹങ്ങൾ. കൊരിന്ത്യ ലേഖനം 1 കിടപ്പുണ്ട്. സ്തോത്രം. അപ്പൊ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വസ്തുക്കളെ നമ്മുടെ വർക്സിനെ അത് സൂചിപ്പിക്കുന്നത്. ഇത് തീയിലൂടെ കടത്തിവിടും. കടത്തിവിടുമ്പോൾ ചിലത് അങ്ങ് വെന്തുപോകും, ചിലത് കൂടുതൽ ശോഭയുള്ളതായിട്ട് വരും. അപ്പൊ നമ്മുടെ വർക്സിനെ തീയിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ നമ്മുടെ വർക്സുകൾ വെളിപ്പെടും, പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞ, എന്തു ചെയ്തു എന്നുള്ളതിനെക്കാട്ടിലും പ്രധാനം എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തു ചെയ്തു എന്നുള്ളതല്ല ദൈവത്തിന് മുമ്പിലെ വിഷയം, എന്തുകൊണ്ട് ചെയ്തു. സ്തോത്രം. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല. അതിന്റെ പിന്നിലെ റീസൺ, അതിന്റെ പിന്നിലെ ഉദ്ദേശം അവിടെ പരിശോധിക്കപ്പെടും. ഞാൻ ഒരാൾക്ക് 1000 രൂപ കൊടുത്തു. 1000 രൂപ കൊടുക്കണം. എത്ര പൈസ കൊടുക്കണം? ഇവിടുത്തെ എത്ര കെടി കൊടുക്കണം? 5 രൂപ. 5 രൂപ കൊടുത്തു. അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നോക്കുന്നത് 5 രൂപ കൊടുത്തെന്നുള്ളതല്ല നോക്കുന്നത്. ഓരോരുത്തരുടെ പ്രവർത്തിക്ക് കൊടുക്കുന്നതനുസരിച്ച് പ്രതികളൊക്കെ ഉണ്ടാകും. പക്ഷെങ്കിൽ അവിടെ നോക്കുന്നത് എന്തുകൊണ്ട് കൊടുത്തു, അതിന്റെ റീസൺ, അതിന്റെ കാരണം എന്തായിരുന്നു, ആ കൊടുത്തതിന്റെ പിന്നിലെ ഉദ്ദേശം. ചിലരുടെ ഉദ്ദേശം എന്തായിരിക്കും? ഞാൻ ഇത്രമാത്രം എന്തിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. പബ്ലിസിറ്റി ആയിരിക്കും. ഇന്ന സഭയിൽ ഇന്നാരും ഇത്ര രൂപ കൊടുത്തിരിക്കുന്നു, പേരായിരിക്കും, അല്ലെ നോട്ടീസിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ പേര് വരുന്നതായിരിക്കും അവരുടെ ഉദ്ദേശം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളായിരിക്കും അതിന്റെ പിന്നിൽ. പക്ഷെ അവിടെ പരിശോധിക്കപ്പെടുന്നത് എന്താണെന്നറിയാമോ? എത്ര കൊടുത്തു എന്നുള്ളതിനെക്കാട്ടിലും
നമ്മുടെ ആസ്തിക്ക് അനുസരിച്ച് കൊടുത്തില്ലെങ്കിൽ അതിന്റെ കുഴപ്പങ്ങൾ ഇവിടെ ഉണ്ടാക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എത്ര കൊടുത്തു എന്നുള്ളതിനെക്കാട്ടിലും എന്തുകൊണ്ട് കൊടുത്തു. എല്ലാവരും രാമൻ പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ ആരാധനയ്ക്ക് വന്നു, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്തുകൊണ്ട് പ്രസംഗിച്ചു, എന്തുകൊണ്ട് ശുശ്രൂഷ, എന്തുകൊണ്ട് അവിടെ ക്ലീൻ ചെയ്തു, എന്തുകൊണ്ട് പെയിന്റ് അടിച്ചു. ബ്രഷ് കൊണ്ട് അടിച്ചു എന്നുള്ള ആശയമല്ല, അതിന്റെ റീസൺ എന്താണ്, എന്റെ പിന്നിലെ ആ മോട്ടിവേഷൻ എന്താണെന്നുള്ളത് ദൈവം വിലയിരുത്തും. അതാ ഇമ്പോർട്ടന്റ്. അപ്പോഴാണ് നമ്മുടെ ഈ പുറം പൂച്ച എന്നൊക്കെ പറയും, പുറംമോടികളൊക്കെ, നമ്മുടെ ഈ പുറത്തെ ആവരണങ്ങളൊക്കെ അവിടെ അഴിഞ്ഞു വീഴും. ചിലരുടെ പ്രവൃത്തി ഇവിടെ നോക്കുമ്പോൾ വലിയൊരു കച്ചിക്കെട്ടായിരിക്കും, വൈക്കോലിന്റെ കെട്ടായിരിക്കും. പക്ഷെ അത് തീയിലൂടെ അങ്ങോട്ട് കടത്തിവിടും. തീയിലൂടെ കടത്തിവിടുമ്പം അപ്പുറത്ത് വരുമ്പം മനുഷ്യരുടെ മുമ്പിൽ ഭയങ്കര പ്രവൃത്തിയും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അതിനകത്തൊരു ആത്മാർത്ഥ ചിലപ്പോൾ ഇല്ലായിരിക്കും. ചെയ്ത വ്യക്തിക്ക് ഒരു അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെ ആയിരിക്കും. പക്ഷേ ദൈവത്തിന്റെ മുമ്പിലൂടെ കടത്തിവിടുമ്പം ഒന്നുമില്ലാതെ പൂജ്യമായിട്ട് പോകും. എന്നാൽ വേറെ ചിലർ മുത്തായിരിക്കും, വിലയേറിയ കല്ല് രത്നങ്ങളായിരിക്കും, സ്വർണ്ണമായിരിക്കും, സ്വതന്ത്രം, അത് ചെറുതായിരിക്കും. പക്ഷെ തീയിലൂടെ കടത്തിവിടുമ്പം അത് കൂടുതൽ ശോഭയുള്ളതായിട്ട് അപ്പുറത്ത് വരും. അപ്പൊ വലിപ്പത്തിനകത്തല്ല കാര്യം, ശ്രദ്ധിക്കണേ, വലിപ്പത്തിനകത്തല്ല കാര്യം, വിശുദ്ധിയിലാ കാര്യം. ദൈവത്തെ സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണെന്ന അപ്പിയർ ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ അപ്പിയറൻസ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടി വരും. മാനിഫെസ്റ്റേഷൻ അവിടെ വെളിപ്പെടും. നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കുറച്ച് കാര്യമൊക്കെ അറിയാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. എങ്ങനെയൊക്കെ നോക്കിയാലും ഞാൻ ആരാണെന്ന് പൂർണ്ണമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്റെ ഭാര്യയ്ക്ക് പോലും ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, കുറച്ചൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. എന്നാൽ സ്തോത്രം, ആ ന്യായാസനത്തിന് മുമ്പിൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടും. എന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഉദ്ദേശം എന്തായിരുന്നു, രഹസ്യഭാവം ഉണ്ടായിരുന്നോ, പ്രസംഗം പോലെ ജീവിച്ചോ, ആളുകളെ ഉപദേശിച്ചിട്ട് ഞാൻ കൊള്ളരാത്തവനായി തീർന്നോ, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, ശുശ്രൂഷയിൽ ഈ സുവിശേഷം കൊണ്ടുള്ള എന്റെ ലക്ഷ്യം എന്തായിരുന്നു, ദൈവസഭയെ കൊണ്ടുള്ള എന്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇതെല്ലാം തീയിലൂടെ അങ്ങോട്ട് കടത്തിവിടുമ്പോൾ എന്റെ പ്രവൃത്തി നിലനിന്നാൽ എനിക്ക് ലാഭം ഉണ്ടാകും. അല്ല ഞാൻ ലജ്ജിച്ചു, നരകത്തിലൊന്നും പോകത്തില്ല, എനിക്ക് അവിടെ ലജ്ജ ഉണ്ടാകും. സ്കൂളിലൊക്കെ മാർക്ക് കൊടുക്കുന്ന സമയത്ത് 50 കിട്ടിയവൻ അല്ലേ, അങ്ങനെ സന്തോഷമായിരിക്കും. തോറ്റവനോ, സാറേ മാർക്ക് വായിക്കണ്ട പേപ്പറിങ്ങേ അല്ലേ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലേ, അതൊന്നും വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. കർത്താവിന്റെ വചനം പഠിച്ച പിന്നുള്ള ചെറിയ മിടുക്കൊക്കെ ദൈവം, അതൊന്നും മിടുക്ക് പോലെ തോന്നില്ല, ചെറിയ ബുദ്ധിയൊക്കെ ദൈവം, ചെറിയ ബുദ്ധി ദൈവത്തിനെ പഠിക്കാൻ തുടങ്ങിയ പിന്നെ അവന്റെ വചനത്തിന്റെ പ്രകാശനം, വികാസനം പ്രകാശപ്രദമാകുന്നു. അത് അല്പബുദ്ധിയേ ഉണ്ടോ, ബുദ്ധിയെ ജ്ഞാനിയാക്കും. ഞാന് മലയാളം മീഡിയത്തിൽ പഠിച്ചവനാ. കോളേജിലൊക്കെ സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയിൽ ഇന്ന് ഞാൻ നോക്കുന്നുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പിന് പഠിച്ച ഞാൻ മാത്സ് എടുത്ത്. സാറ് അങ്ങോട്ട് തിരിയുമ്പോൾ ഞാൻ ആ ജനലിൽ കൂടെ ചാടിയിട്ടുള്ളവനാണ്. എൻ്റെ മോനോട് പറഞ്ഞാൽ എന്നാ ഞങ്ങളും ചാടും, അപ്പം അങ്ങനെ അല്ലായിരുന്നോ എന്ന് പറയും. അതുകൊണ്ട് ഇതൊന്നും പിള്ളേരോട് പറയാൻ പറ്റത്തില്ല. ചാടി പോന്നിട്ടുള്ള ആളാണ്. സമരത്തിനൊക്കെ എന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. പിക്കറ്റിങ്ങിന് കേരള മാർച്ചിന് പോയി പോലീസുകാർ എന്നെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ചുമ്മാ അങ്ങ് പോയതാ ആവേശത്തിൽ. എനിക്ക് രാഷ്ട്രീയം ഒന്നും ഉണ്ടായിട്ട് പോയതല്ല, അങ്ങ് പോയതാ. അങ്ങനെയൊക്കെ പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ദൈവദിനത്തിലേക്ക് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിച്ച് ആ കൃപയിലേക്കൊക്കെ വന്നപ്പോൾ വചനം പഠിച്ചപ്പോൾ വചനം എനിക്ക് ബുദ്ധി തന്നു. മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഞാൻ ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ട്. പിള്ളേരോട് ചോദിച്ചു നോക്കാം, കുഴപ്പമൊക്കെ കാണുമായിരിക്കും, അവരെ പഠിപ്പിക്കാൻ. എന്നാലും ഞാൻ വിടത്തില്ല. പ്രസംഗിക്കാൻ അവസരം കിട്ടി ഞാൻ ഊതനായിട്ട് പ്രസംഗിക്കും, അല്ല പരീക്ഷ നോക്കൂ. അതെന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. ഞാൻ ചെന്ന ബൈസ്കൂളില് അവാർഡിന്നൊക്കെ ചോദിച്ചാൽ തിരിച്ചെന്താന്നൊക്കെ പറയാൻ അറിയത്തില്ല. അങ്ങനത്തെ സ്റ്റേജുകളായിരുന്നു. ഞാൻ ചെറിയ ബുക്കൊക്കെ മേടിച്ച്, എനിക്ക് അറിയാൻ കാര്യം തിരിച്ചു പറയാൻ അറിയത്തില്ല. ബുക്കൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴെല്ലാം അങ്ങ് പ്രസംഗിക്കുകയല്ലേ, റോഡിലൊക്കെ ഇറങ്ങി ഗ്രൗണ്ടിലൊക്കെ അങ്ങ് പ്രസംഗിക്കുക. സ്വത്രം ആ 10, 300, 400, 500 പേര് പഠിക്കുന്ന പല ഭാഷക്കാരുള്ള ബൈസ്കൂളിലെ ഏറ്റവും മികച്ച സ്റ്റുഡൻ്റായിട്ട് ദൈവം എന്നെ മാറ്റി. ഞാനവിടുത്തെ ടീച്ചറായിട്ട് മാറി. ഞാനവിടെ പ്രസംഗിക്കുക മാത്രമല്ല പഠിപ്പിക്കുന്നതിനായിട്ട് മാറി. അത് എനിക്ക് മനസ്സിലായത് എൻ്റെ ബുദ്ധിയെ ദൈവം തുറന്നു. മണ്ടൻ തന്നെ, മരമണ്ടൻ തന്നെ ഇപ്പോഴും, പക്ഷെ ദൈവം ബുദ്ധിയെ തുറന്നു. ദൈവത്തിന്റെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാ. വിശ്വസിക്കുന്ന നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു ഹല്ലേലൂയ. അതിനി നിങ്ങളാരും പഠിക്കുന്നൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പ്രായോഗിക ജീവിത മണ്ഡലങ്ങളിൽ മറ്റുള്ളവനേക്കാൾ നിങ്ങളെ മികച്ചവനാക്കി നിർത്തുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ വികാസനം മതി കേട്ടോ. അത് നിന്നെ ജ്ഞാനിയാക്കി തീർക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ ഹല്ലേലൂയ. എന്താ ഞാൻ പറഞ്ഞു വന്നേ, സ്തോത്രം. നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റം
നമ്മുടെ വർക്ക്സ് എല്ലാം തീയിലൂടെ കടത്തിവിടും. നമ്മളവിടെ വെളിപ്പെടും. നമ്മുടെ തനി നിറം എന്താണെന്ന് അറിയാൻ പറ്റും. ആരാധിച്ച പ്രാർത്ഥിച്ച അമ്മാമ്മയുടെ തനി നിറം എന്തായിരുന്നു, ആ പ്രവചിച്ച പാസ്റ്ററുടെ തനി നിറം എന്തായിരുന്നു, ആ വിശ്വാസിയുടെ തനി നിറം എന്തായിരുന്നു എന്നുള്ള ഒറിജിനലി അവൻ ആരായിരുന്നുവെന്ന് ഇവിടെ അറിയത്തില്ല, അവിടെ അറിയും. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ഒരു ജീവിതം ഇവിടെ നയിച്ചോണം. ഇതൊരുത്തൻ അറിഞ്ഞാ ഉണ്ടല്ലോ, ആവശ്യമില്ലാത്ത ഒറ്റ പരിപാടിക്ക് അവൻ തലയിടത്തില്ല. അവൻ ആള് കളിക്കാൻ പോകത്തില്ല, അവൻ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകത്തില്ല, അവന് പിന്നെ ഒന്നും അവന് വേണ്ട. ദൈവം കൊടുക്കുന്ന സ്ഥാനവും മാനവും ഒക്കെ ഉണ്ട്, അതൊക്കെ അവൻ ഉപയോഗിക്കും. പക്ഷെങ്കിൽ അവൻ അതിനു വേണ്ടി ഒരു പരിശ്രമം നടത്തത്തില്ല. അവൻ അതിനു വേണ്ടി തെറ്റായ ഒരു മാർഗം ഉപയോഗിക്കത്തില്ല, തെറ്റായ ഒരു വഴികളിലേക്ക് നീങ്ങത്തില്ല. അവൻ അറിയാം, ഒരു ദിവസം ഇവിടുത്തേത് അവസാനിക്കൂ, അവിടെ ഒരു ദിവസമുണ്ട്, അവിടെ വെളിപ്പെടും. എല്ലാവരും പറഞ്ഞിട്ട് വാക്യം, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ. അത് നരകത്തിൽ വിടാൻ വേണ്ടിയല്ല, ഇവിടെ വർക്സിന്റെ, വിശ്വാസികളെ പണിയുന്ന പ്രവൃത്തി പരിശോധിക്കപ്പെടും. കേട്ടോ, വിശ്വാസികളെ മറ്റൊരുത്തിന് പണിയെടുക്കുന്ന കാര്യമല്ല, വിശ്വാസികളെ ആത്മീകമായി പണിതോന്ന് ചോദിക്കും. പാസ്റ്റർ എന്നുള്ള നിലയിൽ നീ അവരുടെ ദേശാംശമൊക്കെ മേടിച്ചു, സ്വത്രാഴ്ചയൊക്കെ മേടിച്ചു, പണിത് അവർ തന്നു, നീ മേടിച്ചു. പക്ഷെ അവരെ ആത്മീകമായി പണിത പ്രവൃത്തിയിൽ നീ വിജയിച്ചോ എന്ന് അവിടെ പരിശോധിക്കപ്പെടും. സ്തോത്രം. പണിത പ്രവൃത്തി. ഒരാൾ ആത്മീയത്തിൽ വരാൻ വേണ്ടി, ഒരാൾ ഉഴപ്പുന്നു കണ്ടപ്പോൾ, പാപത്തിൽ വീണെന്ന് കണ്ടപ്പോൾ അവനെ പണിത് സൗമ്യതയുടെ ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തി അവനെ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രവൃത്തി, കൂട്ടുവിശ്വാസികളെ സഹായിക്കുന്ന പ്രവൃത്തി, ബലഹീനനെ താങ്ങുന്ന പ്രവൃത്തി, ഉൾക്കരുത്തില്ലാത്തവനെ ധൈര്യപ്പെടുത്തുന്ന പ്രവൃത്തി, സ്തോത്രം, എല്ലാവരെ ആശ്വസിപ്പിക്കുന്ന സൂക്ഷ, ഇതൊക്കെ നമുക്ക് ഇവിടെ പരിഗണിക്കപ്പെടും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ യാതൊന്നും നമ്മുടെ കൂടെ വരത്തില്ല, പക്ഷെ നമ്മുടെ പ്രവൃത്തി നമ്മളെ പിന്തുടരുമെന്ന് ആത്മാവ് പറയുന്നെന്നാ വെളിപ്പെടുന്ന പുസ്തകത്തിൽ വായിക്കുന്നത്. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ നേടിയെടുത്തതൊന്നും എന്റെ കൂടെ വരത്തില്ല, എന്റെ വണ്ടി വരത്തില്ല, എന്റെ ബാങ്ക് ബാലൻസ് വരത്തില്ല, ഞാൻ ഇവിടെ ഉണ്ടാക്കിയ എന്റെ സമ്പത്ത് വരത്തില്ല, ഒന്നും വരത്തില്ല. പക്ഷേ കർത്താവിന് വേണ്ടി ചെയ്ത നല്ല പ്രവൃത്തികൾ എന്നെ പിന്തുടരും. അവിടെ ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ഈ ചുരുങ്ങിയ ആയുസ്സേ ഈ ലോകത്തിന് വേണ്ടിയൊക്കെ ജീവിച്ച് അവസാനിപ്പിക്കരുത്. കർത്താവിന് വേണ്ടി നിന്നോണം. മറ്റുള്ളവരെ ആത്മീയമായി പണിയുന്ന സൂക്ഷ, ഞാൻ നിമിത്തം മറ്റൊരുത്തൻ വേദനിക്കരുത്, വേറൊരുത്തൻ മുറിവേൽക്കരുത്, എന്റെ വാക്ക് വേറൊരുത്തനെ ആത്മീയത്തിൽ താഴെയാക്കി കളയരുത്, ഞാൻ നിൽക്കുന്ന ദൈവത്തിന്റെ കൃപയാലാ. അതുപോലെ കർത്താവെ ആ വ്യക്തിയെ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തെ ഒരുക്കിയെടുത്തോണം. അങ്ങനെയൊക്കെ ആളുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ സഭയെ പ്രശ്നം ഉണ്ടാവുക. അങ്ങനത്തെ ഒരു പാസ്റ്റർ സഭ വന്നാൽ അവിടെ പിന്നെ വേറെ പ്രശ്നമുണ്ടോ? പുള്ളിയെ വിടാൻ വേണ്ടി ആളുകൾ നിൽക്കുമോ? സമയമാകുമ്പോൾ പുള്ളി അങ്ങ് പോകത്തില്ലേ? സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുതെന്ന് അല്ലേ? സമയത്തിന് മുമ്പേ എന്ത് ചെയ്യരുത്, സമയം കഴിഞ്ഞ് ദണ്ഡിപ്പിച്ചു, ഒരു സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കല്ലേ? ആ പാസ്റ്ററെ ഇവിടെ വെല്ലുവിളിക്കാൻ ആരും പോകത്തില്ല. ആ പാസ്റ്ററിന് ഏത് പക്ഷമാണ്, ഈ പക്ഷമാണോ മറ്റേ പക്ഷമാണോ? ഒരാളുണ്ട് ചോദിച്ചു, പാസ്റ്റർക്ക് ഒരു പേടി ഉണ്ടാകുന്നല്ലേ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ? ഞാൻ പറഞ്ഞ എന്റെ പൊന്നു തമ്പുരാനെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്കിതിന്റെ പൾസ് അറിയാവുന്നവനാ. അവിടെ ആളുകൾ നോക്കി നിൽക്കും, പാസ്റ്റർ ആരോടാ കൂടുതൽ ചിരിച്ച്, ആരാ ആദ്യം വന്ന് കൈ തന്നേ, ആരാ രണ്ടാമത് തന്നേ, മറ്റേ ആളെന്ന്. ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരു സമൂഹം അല്ലേ? എല്ലാവരും വന്നില്ലല്ലേ? കുറച്ചു പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ അവര് വിചാരിക്കും ഇതില്ലാത്ത ടീം അവിടെ കാണും. അവര് വിചാരിക്കും ആ പുള്ളിയോടാ സ്നേഹം, അല്ലെ ഈ പുള്ളിയോടാ സ്നേഹം, അച്ഛൻ കണ്ടില്ലേ ഭയങ്കര സ്നേഹമായിരുന്നു, അച്ഛൻ ആ കെട്ടിപ്പിടിച്ചപ്പോ ഒന്നുകൂടെ അമക്കി പിടിച്ചത്. ഇതൊക്കെ അവിടെ നോട്ട് ചെയ്യും. വിശ്വാസികളല്ലേ? എന്തിനാ വിശ്വാസിയെ പറഞ്ഞ പാസ്റ്റർമാരല്ലേ? അല്ലേ? ഇതെല്ലാം നോട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാനിങ്ങനെ എന്റെ ദൈവം ഇനി ആരാ പിടിക്കാൻ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ആരാ എന്നെ പിടിച്ചു കെട്ടിപ്പിടിക്കുന്നത് അല്ലേ? അപ്പം എന്തോ സംഭവിക്കുന്ന അറിയാമോ? ആളുകളുടെ ചിന്തയിൽ അവർ കാൽക്കുലേറ്റ് ചെയ്യും, പുതുദോഷം സങ്കല്പിക്കും. അങ്ങനെ ഉണ്ട്, പുതുദോഷം സങ്കല്പിക്കും, ഇല്ലാത്ത അങ്ങ് അതിനൊക്കെ നമ്മളൊക്കെ മിടുക്കരാ. അതിനെപ്പോലെ മിടുക്ക നമ്മളെ വേറെ സമുദായക്കാരനൊന്നും ഇതില്ല. ആരും പറയണ്ട, സമുദായക്കാരനൊന്നുമില്ല. സമുദായക്കാരനൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇത്ര പ്രശ്നമേ ഉള്ളൂ. നമ്മുടെയൊക്കെ പ്രശ്നമാണ് വലുത്. അവനൊക്കെ അങ്ങ് തീർക്കും. നമ്മുടെ സ്നേഹം കൂടുതലുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ സ്നേഹത്തിന് ഇവിടെ കൂടുതലായിട്ടുണ്ടായിരിക്കും, പെട്ടെന്ന് പണങ്ങും. അപ്പം ഞാൻ പറഞ്ഞു, പേടിച്ചിട്ടൊന്നുമല്ല, അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല. കുവൈറ്റിലെ പ്ലെയിൻ കണ്ടൊന്നും പേടിച്ചൊന്നുമല്ല, കുവൈറ്റുകാരെ കണ്ടൊന്നും പേടിച്ചൊന്നും. എന്റെ പേടി എന്ന് പറഞ്ഞാൽ, ദൈവമേ അടുത്ത സഭായത്തിന് വരുമ്പോ ഈ ഒരു കുറച്ച് ദിവസം കഴിയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അടുത്തും പറഞ്ഞ പോലെ നിലത്ത് നിന്നിട്ട് വേണ്ട ഇത് തുടങ്ങാനായിട്ട്. കരോട്ട അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവൻ നിലത്ത് നിൽക്കണ്ടേ? അവൻ നിലത്ത് നിന്നിട്ടല്ല അഭ്യാസം എടുക്കാൻ പറ്റത്തും. അവൻ നിലത്ത് നിർത്തുന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്താ അഭ്യാസം എടുക്കും?
അപ്പൊ ഇതൊന്ന് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട് ദൈവമേ വല്ലോ അവിടെ വല്ല പ്രശ്നമുണ്ടോ, അവിടെ ഡിവിഷൻ വല്ലതും ഉണ്ടോ, ആ പാസ്വേഡ് പണങ്ങിയിരിക്കുന്നവരുണ്ടോ, അല്ലെ ഈ പാസ്വേഡ് പണങ്ങിയവരുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് താവേ അറിയത്തില്ല, വലിയൊരു സഭയൊക്കെയാണെന്നാ പറയുന്നത്, വിശ്വാസികളൊക്കെ ഉണ്ട്. ഇനി എൻ്റെ സ്ഥിതി എവിടെ ചെല്ലുമ്പോൾ എങ്ങനെ അവരെന്നെ ഉൾക്കൊള്ളും? ഞാൻ ഇച്ചിരി വലിയ ചിരിയുള്ളവനും അല്ല, കെട്ടിപ്പിടിച്ച് ആദ്യം ഉമ്മ കൊടുക്കുന്ന ടീമൊന്നും അല്ല, ഹായ് പറയുന്നതൊന്നുമല്ല, ആളുകൾക്ക് എന്നെയൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. കർത്താവേ, അന്നേരം എന്താ ഇതായിരുന്നു എൻ്റെ പേടിയല്ല, അതായിരുന്നു എന്ന് ഞാൻ പറയണ്ടേ. ഇപ്പൊ എന്നെ മനസ്സിലായല്ലോ. ഇങ്ങനെ എൻ്റെ കാര്യം, സ്തോത്രം. പക്ഷെ ഞാൻ കണക്ക് കൊടുക്കണമെന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും അധികം പൈസ തന്ന അച്ഛനോ ആന്റിയോ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതും, എനിക്ക് ഒരു പൈസയും തരാനില്ലാതെ ഇവിടെ തന്നെ ജീവിതം ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരു ക്യാമ്പിലെ സഹോദരനാണെന്ന് വെച്ചോ, അദ്ദേഹത്തോടുള്ള ബന്ധത്തിലും ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത്, എങ്ങനെ കണ്ടു എന്നുള്ളത് അവിടെ ഒന്ന് വിലയിരുത്തപ്പെടും. ഇതാ പറഞ്ഞു വന്നേ. ഉള്ളവരൊക്കെ കൊടുത്തോണം, അതിനെക്കുറിച്ചല്ല പറയും. അതുകൊണ്ട് ആളെ കൊടുക്കണ്ടെന്ന് വിചാരിക്കൊന്നും വേണ്ട, അതൊന്നല്ല പറയുന്നത്. അവിടെ വിലയിരുത്തപ്പെടും. ഈ ശുശ്രൂഷയെ എങ്ങനെ ഉപയോഗിച്ചു അത് അവിടെ വിലയിരുത്തപ്പെടും. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നീ പണിത ശുശ്രൂഷ, സ്തോത്രം. നരകത്തിൽ കിടക്കുന്നവൻ പറയരുത് അല്ലേ? എന്നാലും എൻ്റെ സഞ്ജു ബ്രദറെ നിങ്ങളുടെ അടുത്ത് ഞാൻ താമസിച്ചിട്ട് നിങ്ങൾ എന്നോട് യേശുവാ രക്ഷകനെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നരകത്തിൽ കിടന്നൊരുത്തം പറയരുത്. എന്നാലും എൻ്റെ പാസ്റ്റർ, നിങ്ങൾ ആ ബിൽഡിങ്ങിൽ താമസിച്ച് തൊട്ടടുത്ത് ഞാൻ പ്രതിസന്ധിയിലായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ യേശു വിടുവിക്കുന്നവനാണെന്ന് എന്ന് നരകത്തിൽ കിടന്ന ഒരു ആത്മാവ് പറയുവാനിട വരരുത്. പിന്നെ നമുക്ക് ചാൻസ് ഇല്ല, പിന്നെ നമുക്ക് അവസരമില്ല, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് വയനാട്ടിലാണെന്നൊരു വണ്ടി ആ കൊക്കയിലോട്ട് അങ്ങോട്ട് മറിഞ്ഞ, വയനാട്ടിലാണോ വേറെ എവിടെയാണോ, ഇടുക്കിയിലാണോ, മറിഞ്ഞ സമയത്ത് ഒരു പോൾ ബദർ എന്ന സഹോദരൻ പറഞ്ഞു, യേശുവിനെ വിളിച്ച് രക്ഷിക്കപ്പെട്ടോളാൻ പറഞ്ഞു. വണ്ടി പറഞ്ഞു, വണ്ടി നിലവത്തി മറിയ. ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും യേശുവിനെ വിളിച്ച് രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ എത്രയേ ഉള്ളൂ, ഇത് അടിയിലോട്ട് പോവുക, ഇത് നമ്മളാരും ജീവിച്ചെന്ന് വരത്തില്ല. പക്ഷെ യേശുവിനെ വിളിച്ച് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് വണ്ടി അടിയിലോട്ട് പോകും, നീ നരകത്തിലോട്ടും പോകും. അത് വരാതിരിക്കാൻ രക്ഷിക്കപ്പെട്ടോളാൻ വിളിച്ചു പറഞ്ഞിട്ടാണ്. പക്ഷെ അപകടം പറ്റിയില്ല, പിടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ സാരം യേശുവിനെ കുറിച്ച് പറയുക, മറ്റുള്ളവരെ പണിയുന്ന ഒരു ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ പറഞ്ഞ് ക്ലോസ് ചെയ്യാനായിട്ട് ഇനി ഈ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുക. എല്ലാവരും മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വർക്ക്സ് എല്ലാം അവിടെ വെളിപ്പെടും. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അപ്പോൾ സഭ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സഭ എന്ന് പറയുന്നത്, സ്തോത്രം, എന്താണെന്ന് നമ്മൾ വീണ്ടും ജനനത്താൽ പുതുജീവൻ പ്രാപിച്ച് വീണ്ടും ജനനം പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രക്ഷയ്ക്ക് രണ്ട് വശങ്ങളാണ്. രക്ഷയുടെ രണ്ട് വശങ്ങളുണ്ട്. സാൽവേഷൻ ഹാസ് ടു പാർട്സ്. രണ്ട് വശമുണ്ട്, ടു സൈഡ്സ്. ഒന്ന് മാനുഷിക വശം, നിങ്ങളെ ഞാൻ പഠിപ്പിച്ച കഴിഞ്ഞ ദിവസം. മാൻസ് പാർട്ട്, മനുഷ്യന്റെ ഒരു ഭാഗവുമുണ്ട് അതിനകത്ത്. ഗോഡ്സ് പാർട്ടും ഉണ്ട്, ദൈവിക ഭാഗവുമുണ്ട്. മനുഷ്യന്റെ ഭാഗം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് എന്താണെന്ന് അറിയാമോ? റിപ്പന്റൻസ്, മാനസാന്തരം. എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് എന്താണ് മാനസാന്തരം? അത് മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. ദൈവിക ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കാര്യമാണ് റീജനറേഷൻ, വീണ്ടും ജനനം. അത് ദൈവത്തിന്റെ മാത്രം പരിപാടിയാണ്. പക്ഷെ ഇവിടെ മാനസാന്തരം ഉണ്ടാകണം. ദൈവം അപ്പോൾ അവനെ വീണ്ടും ജനിപ്പിക്കും. നിക്കോദെമോസിനോട് യേശു പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല, നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് യേശു പറയുണ്ടായി. അപ്പൊ വീണ്ടും ജനനത്തിലൂടെയാണ് നമുക്ക് പുതുജീവൻ ഉണ്ടാകുന്നത്. പുതുജീവൻ വരാതെ പുതിയ ജീവിതം ഉണ്ടാകത്തില്ല. ജീവൻ വന്നെങ്കിലേ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ വീണ്ടും ജനിക്കുമ്പോൾ ഒരുവൻ മാനസാന്തരപ്പെടുമ്പോൾ, മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിച്ചില്ല. പാപത്തിന്റെ വഴിയിൽ നിന്ന് ദൈവത്തിന്റെ വഴിയിലേക്കുള്ള തിരിച്ചിൽ, സ്വയത്തിന്റെ വഴിയിൽ നിന്ന് ദൈവത്തിന്റെ വഴിയിലേക്കുള്ള തിരിച്ചിൽ, പിശാചിന്റെ വഴിയിൽ നിന്ന് യേശുവിന്റെ വഴിയിലേക്കുള്ള തിരിച്ചിൽ, തെറ്റായ വിശ്വാസത്തിൽ നിന്ന് ശരിയായ വിശ്വാസത്തിലേക്കുള്ള തിരിച്ചിൽ. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുത്തൻ തിരിയുമ്പോൾ ദൈവം അവനിൽ ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയെ വീണ്ടും ജനനം, അവനെ ദൈവം ആത്മീകമായി ജീവിപ്പിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആത്മീകമായി. പാപത്തിൽ മരിച്ചു കിടക്കുന്ന ഒരുവൻ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനെ ആത്മീകമായി ജീവിപ്പിച്ച് ദൈവത്തിന്റെ പൈതലാക്കി മാറ്റും. ആ പ്രക്രിയക്ക് പറയുന്ന പേരാ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് സംഭവിച്ചു നമ്മളിൽ, അറിഞ്ഞു കാണത്തില്ല, ഇത് സംഭവിച്ചു. വീണ്ടും ജനിച്ചത് കൊണ്ടാണ് പ്രധാനമായിട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടിയത്. അപ്പൊ വീണ്ടും ജനനത്താൽ നമുക്ക് പുതുജീവൻ കിട്ടി. എന്താ കിട്ടി? പുതുജീവൻ കിട്ടി. പുതുജീവൻ. അതുകൊണ്ട് അതിന്റെ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. യേശു പറഞ്ഞില്ലേ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ട്. അബണ്ടന്റ് ലൈഫാ, സമൃദ്ധിയായ ജീവൻ.
എല്ലാവരും പറഞ്ഞാട്ട് അവസാനിപ്പിക്കുക. സമർത്ഥിയായ പിശാച് എന്തിനാവുന്നേ? മോഷ്ടിക്കാനും അറുക്കാനും മുടിക്കാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. പിശാച് കള്ളനാണ്. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ ഉപജ്ഞാതാവാ. അതിന്റെ ഉപജ്ഞാതാവാ പുള്ളി. ഭോഷ്കിന്റെ ഒരു സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനുമായിട്ട് നമ്മളൊരു ലൈൻ കണക്ഷൻ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. അവന്റെ ഒരു സിഗ്നല് നമുക്ക് വരുന്നുണ്ടെന്ന അർത്ഥം. ഷാജി ഭോഷ്ക് അതിന്റെ അപ്പനാ. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ. ഈ ലോകത്തിൽ ഒരു ജീവിതം, സ്തോത്രം, വരുവാനുള്ള ലോകത്തിൽ നിത്യജീവന്. ഇപ്പോൾ തന്നെ നിത്യജീവനിൽ തന്നെയാ ജീവൻ ഉണ്ടാകുവാനോ അത്ര യേശു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനത്താൽ നമുക്ക് എന്തോ ഉണ്ടാകും? പുതുജീവൻ ഉണ്ടാകും. എല്ലാവരും തന്നെ വീണ്ടും ജനനത്താൽ പുതിയ. നീതീകരണത്താൽ എന്തോ ഉണ്ടായി? കുറ്റമുക്തനാക്കപ്പെട്ടു. കോടതിയിൽ നിന്ന് ഒരാളിനെ ജഡ്ജി വിട്ടെന്ന് പറഞ്ഞാലും പണിഷ്മെന്റ് അടച്ചിട്ട് വരുന്നതായാലും കുറ്റം ചെയ്തതിനുള്ള പേര് കിടക്കും. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ ദൈവം നാം കുറ്റം ചെയ്തിട്ടില്ലാത്തവനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക. അത് ക്രിസ്തു നമുക്ക് പകരമായി അത് തീർന്നതുകൊണ്ടാ. അങ്ങനെ നീതീകരണത്താൽ ഞാൻ കുറ്റമുക്തനാക്കപ്പെട്ടു, എനിക്ക് സമാധാനമുണ്ട്. റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് 5:1 നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് പീസ് വിത്ത് ഗോഡ്, പീസ് ഓഫ് ഗോഡ് ആൻഡ് പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാന. ശത്രുതയെല്ലാം മാറി. എനിക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ഏത് സമയത്തും അടുത്തിയെല്ലാനുള്ള അനുവാദം നീതീകരണത്തിലൂടെ കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് ദൈവത്തിന്റെ സമാധാനം കിട്ടി. പ്രശ്നമില്ലാത്ത അവസ്ഥയല്ല സമാധാനം. പ്രശ്നമുണ്ടെങ്കിലും ആത്മാവിന്റെ ഒരു ഫലമായി ഒരു സമാധാനം. എന്റെ എല്ലാ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവനെ വിടുവിക്കുമെന്നുള്ള സമാധാനം. എത്ര വിശ്വാസികൾക്ക് ഇന്ന് പകൽ അതുണ്ട്. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്രമാത്രം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കട്ടെ, നീ നീതീകരണം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിനക്കൊരു സമാധാനമുണ്ട്. എന്റെ ശത്രുത മാറി, ഞാൻ ദൈവത്തിന്റെ പൈതൽ, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് സമാധാനമുണ്ട്. കടലിലൂടെ പോകുന്ന ഒരു കപ്പൽ പോലെ തിരമാല അടങ്ങിയിട്ട് പോകാൻ പറ്റത്തില്ല. തിരമാല ഉള്ളപ്പോഴും അതിലൂടെ ഒരു യാത്രയുണ്ട്. തിരമുക്കിക്കളയാതെ അതിനെ ഓവർകം ചെയ്ത് അതിജീവിച്ച് അതാ ക്രിസ്തീയ ജീവിതം. യുദ്ധമില്ലാത്ത അവസ്ഥയല്ല സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ അവസ്ഥകളിലും കർത്താവുമായിട്ടുള്ള ഒരു സമാധാനം, കർത്താവിന്റെ സമാധാനം. അത് നീതീകരണത്താല. കുറ്റമില്ലാത്തവൻ പ്രഖ്യാപിക്കും. മരിച്ചാലും ഇന്നും ഞാൻ മരിച്ചാലും എന്റെ കർത്താവിനോട് കൂടെ. പൗലോസ് പറഞ്ഞ എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. സ്വതന്ത്രം അധമമായ കാര്യങ്ങളുണ്ട്, ഉത്തമമായ കാര്യങ്ങളുണ്ട്, അത്യുത്തമമായ കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ പുസ്തകമുണ്ട്. ഞാൻ പുസ്തകം എഴുതിയായിരുന്നു. 2 ദിനം കൊണ്ടുവരാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവരാൻ പറ്റത്തില്ല, ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ആശയം തരണ്ട, പറഞ്ഞു തീരാത്ത ദാനമെന്ന്. അപ്പം നീതീകരണത്താൽ കുറ്റമുക്തമാക്കപ്പെട്ട, പിന്നെ പാപമോചനത്താൽ ന്യായവിധി മാറ്റപ്പെട്ട, പിന്നെങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെടുന്ന. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കപ്പെടത്തില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മാവിൽ നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടത്തപ്പെടുന്ന അടുത്തത് വിശുദ്ധിയിലും വേർപാടിലും ജയജീവിതം നയിച്ച് മുന്നേറുന്ന ദൈവജനത്തിന്റെ കൂട്ടമത്രേ എന്ത്? ദൈവ സഭ. സഭയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. എന്തല്ല സഭ, എന്താണ് സഭ? ഇന്ന് പകലിൽ ഈ കൂട്ടത്തിലേക്ക് നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗം ഉണർന്നു രക്ഷകന്റെ വേല ചെയ്യുക. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്തിടാൻ. ഓ അന്ത്യകാലം വന്നിടത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാൽ. ഓ അന്ത്യകാലം വന്നിടത്ത് പെന്തക്കോസ്തിൻ ജ്വാലയാൽ. ശന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാം. ശന്തമോടെ സേവ